ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. प्रभु का धन्यवाद करता हूँ। നമ്മൾ ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് യൂദായുടെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम परमेश्वर का वचन सीख रहे हैं, खासकर इस समय हम यहूदा की पत्री से पढ़ रहे हैं। നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വേദഭാഗത്തേക്ക് വരാം. ഞാൻ പറഞ്ഞതുപോലെ വളരെ വിശാലമായി പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം കാര്യങ്ങളിലേക്ക് പോകാത്തത്. समय की सीमा के कारण अन्य विषयों में जाना नहीं चाहूंगा। जैसे मैंने प्रारंभ में बताया था, बहुत ही बड़ा विषय है, इसलिए उसको पूरा खत्म करने के लिए हमें समय चाहिए, इसलिए जल्दी से वचन में प्रवेश करेंगे। പാസ്റ്റർ ജെയിംസ് ഓർപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അനേക വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ഈ കാലങ്ങളിൽ നമുക്ക് എത്രയും കൂടുതൽ പ്രാർത്ഥന ആവശ്യമാണ്. जेम्स पास्टर ने जिस तरह याद दिलाया, प्रार्थना के लिए बहुत से मुद्दे हमारे सामने हैं और इन दिनों में इन तमाम विषयों के लिए हमको प्रार्थना करना है। യൂദ നമ്മളോട് എക്സോർട്ട് ചെയ്യുന്നതായ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ, ബട്ട് യു ബിലവഡ് ബിൽഡിംഗ് യുവർസെൽഫ് അപ്പ് ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ആൻഡ് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, കീപ് യുവർസെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4 കാര്യങ്ങളാണ് പ്രധാനമായും അവിടെ പറയുന്നത്. यहूदा जो हमको उपदेश देता है, उसमें से 20 और 21वां आयत को हमने देखा। उसमें लिखा है, पर हे प्रियो, तुम अपने अति पवित्र विश्वास में अपनी उन्नति करते हुए और पवित्र आत्मा में प्रार्थना करते हुए अपने आप को परमेश्वर के प्रेम में बनाए रखो और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखते रहो। इन वचन में 4 बातें लिखा है जिसको हमने कल सोचा। അതിനകത്ത് ആദ്യം നമ്മൾ കാണുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിനെ ആധാരമാക്കി നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്യുക. മലയാളത്തിൽ ആ വാക്ക് അത്ര കറക്റ്റ് അല്ല, ബിൽഡ് ചെയ്യുക, നമ്മളെ തന്നെ പണിയുക എന്നുള്ളതാണ്. और हम लोग जो है उसकी पहले मुद्दे पर थे जिसको हम पढ़ रहे हैं, अपने आप को अति पवित्र उस विश्वास या उस आस्था में अपना निर्माण करना, उन्नति करना। എന്ന് തന്നെയല്ല, അതിന്റെ അടുത്ത ഭാഗം പറയുന്നത് പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ്. और इतना ही नहीं, उसका अगला वचन में लिखा है, और पवित्र आत्मा में प्रार्थना करते रहो। പ്രാർത്ഥനയെ കുറിച്ച് ആണ് നമ്മൾ ഈ ആദ്യത്തേത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള വിഷയമാണ്. तो पहला विषय एक बार समाप्त हो जाए तो हम लोग प्रार्थना के बारे में, पवित्र आत्मा में प्रार्थना करने के विषय में हम लोग पढ़ेंगे। അപ്പോൾ തീർച്ചയായും പ്രാർത്ഥന വളരെ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ എക്സോർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യുക. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ഉടനെ തന്നെ പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. तो ऐसा मद्देनजर रखते हुए हम समझ सकते हैं प्रार्थना कितना आवश्यक है, अनिवार्य है। अति पवित्र विश्वास में, आस्था में अपने आप को उन्नति करने के बाद, बताने के बाद तुरंत उपदेश देता है कि हम प्रार्थना करें। तो प्रार्थना बहुत ही महत्वपूर्ण है। നമ്മൾ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ പണിയണം എന്ന് പറയാനുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമാണ്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ യൂദ പറയുന്നത്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. और उसके तीसरे आयत में जैसा लिखा है कि पवित्र लोगों को एक बार हुआ, उस विश्वास के लिए पूरे यत्न से हमको लड़ाई करना है। അപ്പോൾ നമുക്കൊരു പോരാട്ടമുണ്ട്. പക്ഷെ പോരാടണമെങ്കിൽ ആദ്യം പണിതിട്ട് വേണമല്ലോ പോരാടാൻ. तो हमें अगर लड़ाई करनी है तो सबसे पहले हमें निर्माण करने के बाद, अपने आप को सज्ज करने के बाद लड़ाई करनी है। അങ്ങനെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പോരാടുവാനായിട്ട് കഴിയുകയുള്ളൂ. और इस तरह से अति पवित्र उस आस्था में, उस विश्वास में अगर हम उन्नति पाते हैं, हम अपना निर्माण करते हैं, तो ही हम उसके लिए यत्न कर सकते हैं, लड़ाई कर सकते हैं। വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. विश्वास के लिए लड़ाई करना, यत्न करना बहुत ही आवश्यक ऐसी एक जमाने में हम है। കാരണം വിശ്വാസത്തെ മറിച്ച് കളയുന്ന ആളുകൾ ഇപ്പോൾ സഭയ്ക്ക് പുറത്തല്ല, പലരും സഭയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. क्योंकि विश्वास को निकालने वाले लोग अभी कलीसिया के या मंडली के बाहर नहीं, ऐसे लोग कलीसिया और मंडली में घुसपैठ कर चुके हैं। നമ്മൾ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിച്ചു, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന്
കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മളോട് നമ്മൾ അതുകൊണ്ട് നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യണം, നമ്മളെ തന്നെ ബിൽഡ് ചെയ്യണം. 18वें आयत में हमने पढ़ा, वे तुमसे कह करते हैं कि पिछले दिनों में ऐसा टट्टा करने वाले होंगे जो अपने अभक्ति के अभिलाषा के अनुसार चलेंगे। ऐसा कहने के बाद हमको कहा है कि हमें हमारे अति पवित्र विश्वास में हमारी उन्नति करना है. ഇനി നമ്മള് ആ ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതിവിശുദ്ധ വിശ്വാസത്തെ, മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്നുള്ളതാണ്. और वहां पर जो निर्माण करने के विषय में लिखा है, अति पवित्र विश्वास में अपनी उन्नति करना है. ഇറ്റ് ഈസ് ഫെയ്ത്ത് ആൻഡ് ഇറ്റ് ഈസ് ഹോളി. അത് വിശ്വാസമാണ്, അതേപോലെ തന്നെ അത് വിശുദ്ധവുമാണ്. तो वो एक आस्था है, उसी तरह से वो पवित्र है. അപ്പോൾ ആ വാക്കിൽ തന്നെ ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. ഇത് വെറും ഒരു കൈൻഡ് ഓഫ് വെറുതെ നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വസ്തുതകളിലുള്ള ഒരു വിശ്വാസം എന്ന നിലയിൽ നമ്മൾ ഇതിനെ കാണരുത്. അതിനപ്പുറത്ത് നമ്മുടെ ജീവിതബന്ധിയായ ജീവിതവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധിയിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുകയാണ്. तो जैसे मैंने कल याद दिलाया, ये केवल एक वास्तविक या वस्तु से उसमें विश्वास हम करते हैं ऐसा नहीं है, लेकिन हमारे जीवन के संबंधित में पवित्रता में इसका निर्माण करना है. ഇത് വെറും ഉപദേശമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ये केवल उपदेश नहीं है, ये हमको समझना है. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഉപദേശങ്ങളാണെന്നാണ്. और कई बार ये अति पवित्र विश्वास या आस्था के बारे में हम सोचते हैं ये हमको मिला हुआ उपदेश है. ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്, അതിന് യാതൊരു സംശയവുമില്ല. उपदेश बहुत ही महत्व का है, इसमें कोई शक नहीं. എന്നാൽ ഉപദേശം ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നില്ലെങ്കിൽ ഉപദേശം കൊണ്ട് പ്രയോജനമില്ലാതെ വരുന്നു. लेकिन अगर उपदेश हमारी व्यवहारिक जीवन में लागू नहीं किया जाता तो उस उपदेश का कोई लाभ नहीं. ഉപദേശവും വിശ്വാസവും ഒരു വിശ്വാസിയുടെ രണ്ട് ചിറകുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. उपदेश और विश्वास या आस्था एक विश्वासी का दो पंख है, ऐसा हम कह सकते हैं. അത് രണ്ടും നമുക്ക് അനിവാര്യമാണ്. और ये दोनों ही अनिवार्य है. എന്നാൽ ചില ആളുകൾ ഉപദേശത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായി കാണുന്നുണ്ട്. लेकिन कुछ लोग जो है उपदेश को ज्यादा अहमियत देते हैं. അവർക്ക് ഉപദേശം എന്താണെന്നും ശരിക്കും അറിയില്ല, അതുകൊണ്ടാണ് ഉപദേശമാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. उन्हें उपदेश क्या है ये भी नहीं पता, इसीलिए वो कहते हैं कि उपदेश ज्यादा महत्व का है. നമ്മള് there are doctrines, പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു ഫൈറ്റ് അല്ല, അതിനപ്പുറത്തായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, അതിൽ നമ്മളുടെ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തെ ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. उपदेश और कई प्रकार के सिद्धांत होते हैं, उसके लिए लड़ाई करने के लिए नहीं, लेकिन इस उपदेशों के अनुसार हमारी जीवन को हमें निर्माण करना है, उसमें उन्नति पाना है. അപ്പോൾ ഇത് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ വിശ്വാസം എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനകത്തെ പ്രോബ്ലം ആണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. और कल जैसे मैंने बताया, कई बार ये विश्वास जो लफ्ज है उसको समझने में जो हमारी गलतफहमी है उसकी वजह से होता है. ബിലീഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് അല്ല ശരിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഫെയ്ത്ത് എന്ന് പറയുന്ന വാക്കാണ്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. अंग्रेजी में जो बिलीफ जो शब्द है उसका यहाँ इस्तेमाल नहीं किया है, यहाँ पर फेथ का इस्तेमाल किया है, जिसका मतलब है आस्था. വസ്തുതകൾ അംഗീകരിക്കുന്നതാണ് ബിലീഫ് എന്ന് പറയുന്നത്. और चीजों का अंगीकार करना है विश्वास. അതിപ്പോ യേശുവിനെ കുറിച്ചുള്ള വസ്തുതകൾ അംഗീകരിക്കുന്ന അവിശ്വാസികൾ പോലും ഉണ്ട്. और यीशु मसीह के बारे में बातों को विश्वास करने वाले अविश्वासी लोग भी हैं. എന്ന് തന്നെയല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും വിശ്വസിക്കുന്ന ആളാണ് പിശാച്. इतना ही नहीं, यीशु मसीह के बारे में तमाम बातों का विश्वास करने वाला है शैतान. ആരോ ഒരാൾ പറഞ്ഞത് ഏറ്റവും പ്യുവറസ്റ്റ് ഡോക്ട്രിൻ അറിയാവുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ പിശാചാണെന്നാണ്. किसी व्यक्ति ने कभी ऐसा बोला, जो बिना मिलावट के सच्चे वचन को कौन जानता है, तो वो व्यक्ति शैतान है. അവന് എല്ലാം നന്നായിട്ട് അറിയാം, നല്ല പ്യുവർ ഡോക്ട്രിൻ എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. वो सब कुछ जानता है, बिना मिलावट के सच्चे सिद्धांतों को वचन में से वो जानता है. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പിശാച് അങ്ങ് സ്വർഗത്തിൽ പോവുകയൊന്നും ഇല്ലല്ലോ. लेकिन उससे कोई कार्य नहीं है, वो लेकर तो वो स्वर्ग में नहीं जाएगा.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യമാണ്. इसीलिए मैंने कहा ये हमारे जीवन के साथ जुड़ा हुआ बात है. ഇവിടെ ബിലീഫും ഫെയ്ത്തും മനസ്സിലാക്കാൻ ഞാൻ ഇന്നലെ 1-2 ഉദാഹരണം പറഞ്ഞു. विश्वास और आस्था को समझाने के लिए मैंने कल 1-2 बातों को बताया. ബിലീഫ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ നമ്മൾ വിശ്വസിക്കുന്നതായ അത് ചരിത്രപരമായ യേശുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ വസ്തുതകളും ദൈവശാസ്ത്രപരമായ വസ്തുതകളും വിശ്വസിക്കുന്ന ആളാണ് പിശാച്. अभी विश्वास के बारे में, यीशु मसीह के बारे में, ऐतिहासिक चीजों को और धर्मशास्त्र के अनुसार विश्वास करने वाले लोग जैसा शैतान भी विश्वास करता है. വന്ന് ഇന്ന് സഭകളിലും നമ്മൾ അതിൽ കൂടുതൽ ആളുകളോട് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. लेकिन आजकल कलीसिया में भी इससे ज्यादा हम किसी से मांग नहीं रखते, ये भी एक समस्या है. നമ്മളെ സ്നാനപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ശരിക്കും ബിലീഫാണ്, ഫെയ്ത്തിന്റെ കാര്യത്തിലേക്ക് അത്രയും കടക്കുന്നില്ല. बपतिस्मा देने के वक्त भी जो सवाल हम करते हैं वो विश्वास के ऊपर है, आस्था में हम प्रवेश भी नहीं करते. അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചോദിക്കുന്നത്. കാര്യം ബിലീഫും ആവശ്യമാണ്, ഫെയ്ത്ത് മാത്രമല്ല ബിലീഫും ആവശ്യമാണ്. ऐसा सवाल करने से कोई मसला तो नहीं है, क्योंकि केवल विश्वास, केवल आस्था नहीं, विश्वास भी जरूरी है. ബിലീഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവശാസ്ത്രം, ഇപ്പം നമ്മളിപ്പം സ്നാനപ്പെടാൻ വന്ന് നിൽക്കുന്ന വ്യക്തിയോട് ചോദിക്കുന്നത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായ ഏകജാതനാണെന്നും ആ യേശു ഭൂമിയിൽ കന്യകയുടെ ഉദരത്തിൽ ജനിച്ചു, മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പകരമായിട്ട് മരിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നീ വിശ്വസിക്കുന്നുവോ? अभी बपतिस्मा लेने वाले व्यक्ति से जो हम सवाल करते हैं कि यीशु मसीह संसार के उद्धारकर्ता होकर इस संसार में आया, परमेश्वर का एकलौता पुत्र है, कन्या मरियम के गर्भ में से जन्म लिया, यहाँ पर जिया, मरा गया, गाड़ा गया, तीसरे दिन फिर जी उठा, ऐसा तो विश्वास करता है या नहीं? വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ചോദ്യവും ഇല്ല. और अगर वो कहे कि मैं विश्वास करता हूं तो फिर हमें कोई सवाल आगे नहीं करते. പക്ഷെ അത് ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രം ഒരാളെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഫെയ്ത്ത് അല്ല, അത് ബിലീഫാണ്. लेकिन केवल वो विश्वास के आधार पर हम किसी को विश्वासी नहीं बुला सकते, क्योंकि वो केवल विश्वास की बात है, आस्था नहीं. എന്നാൽ ഇവിടെ നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് സറണ്ടറൻസ് ആണ്. നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ കൊടുക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. लेकिन यहाँ पर जो आस्था की बात है वो अपना आत्मसमर्पण है, अपने आप को पूर्ण रूप से परमेश्वर के हाथों सौंप देना. ഞാൻ പറഞ്ഞു ഇന്ന് പലപ്പോഴും നമ്മൾ യേശുവിനെ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. मैंने कहा कि आजकल बहुत से लोग यीशु मसीह को बैसाखी के तौर पर इस्तेमाल करते हैं. വാക്കിംഗ് സ്റ്റിക്കിന്റെ പ്രത്യേകത, വാക്കിംഗ് സ്റ്റിക്ക് നമ്മളെ നടക്കാൻ സഹായിക്കുന്നു, അത് നല്ല കാര്യമാണ്. बैसाखी हमको चलने के लिए मदद करता है, ये अच्छी बात है. എന്നാൽ വാക്കിംഗ് സ്റ്റിക്ക് കിട്ടിയത് കൊണ്ട് നമുക്കൊരു വാക്കിംഗ് സ്റ്റിക്ക് കിട്ടിയാലും നമ്മുടെ വഴിയിലൂടെ നമുക്ക് പോകാൻ നമ്മൾ ഒരു ഊന്നുവടി ഉപയോഗിക്കുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വഴി നമ്മുടേത് തന്നെയാണ്. लेकिन बैसाखी का इस्तेमाल जब हम करते हैं, जिस मार्ग में हमको जाना है उस मार्ग को हमें ले चलने के लिए एक छड़ी का जो मदद लेते हैं, लेकिन वो मार्ग हमारा होता है. എന്റെ വഴിയെ ഞാൻ പോകുന്നു, പക്ഷേ എനിക്കൊരു ഹെൽപ്പ് വേണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ യേശുവിനെ ഒരു ഊന്നുവടിയാക്കുന്നു. मेरे मार्ग में मुझे जाना है, लेकिन उसके लिए मुझे एक मदद चाहिए, और उस मदद के तौर पर यीशु मसीह को एक बैसाखी के तौर पर मैं इस्तेमाल करता हूँ. ഞാൻ പറഞ്ഞു ഫെയ്ത്ത് എന്ന് പറയുന്നത് വാക്കിംഗ് സ്റ്റിക്ക് അല്ല, അതൊരു സ്ട്രക്ചറെ പോലെയാണ്. मैंने कहा आस्था जो है वो ऐसा बैसाखी नहीं है, लेकिन एक स्ट्रक्चर के समान है. സ്ട്രക്ചറിന്റെ പ്രത്യേകത, സ്ട്രക്ചറെ കയറി കിടക്കുന്നവന് എങ്ങോട്ട് പോകണമെന്ന് അവന് തീരുമാനിക്കാൻ പറ്റത്തില്ല. അത് ഉന്തിക്കൊണ്ടു പോകുന്ന ആളെ പൂർണ്ണമായും അവനങ്ങ് വിശ്വസിക്കുകയാണ്. और स्ट्रक्चर में जो व्यक्ति लेटा है उसका खासियत यह है वो अपनी मर्जी से कहीं नहीं जा सकता, वो पूर्ण तरह से जो उसे ले जाता है, जो अगुवाई करता है, उसके हाथों में अपने आप को सौंप देता है. അപ്പോൾ അതാണ് ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത്. तो ये सही मायने में आस्था है. ഇഫ് യു ഹാവ് ഫെയ്ത്ത് ഇൻ ജീസസ്, നമ്മളെ യേശുവിൽ ശരിയായിട്ടുള്ള ഫെയ്ത്ത് ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നമ്മുടെ വഴിയെ പോകാൻ കഴിയില്ല. अगर यीशु मसीह में सही मायने में हमारी आस्था और विश्वास है, तो उसके बाद हम हमारी मनमर्जी के हिसाब से नहीं चल सकते. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് യാക്കോബിന്റെ മതമാണ്, ജേക്കബ്സ് റിലീജിയൻ. मैं अक्सर कहता हूं कि आज हम जिस धर्म के पीछे हैं वो याकूब का धर्म है. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ യാക്കോബിന്റെ കാര്യങ്ങൾ കാണുന്നുണ്ട്. उत्पत्ति की किताब 28वें अध्याय में हम याकूब के बारे में देखते हैं.
അവിടെ നമ്മൾ കാണുന്നത് യാക്കോബ് ബെർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോവുകയാണ് അതിന്റെ 10ാമത്തെ വാക്യത്തിൽ. वहाँ 10वें आयत में हम देखते हैं याकूब जो है बर्शेबा से निकलकर चलता है അപ്പൊ അത് കഴിയുമ്പോൾ അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. और उसके बाद वहां पर एक स्वप्न देखता है. അത് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ 12ാമത്തെ വാക്യത്തിൽ അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ അതിൽ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു. 12वें आयत में तब उसने स्वप्न में क्या देखा कि एक सीढ़ी पृथ्वी पर खड़ी है और उसका सिरा स्वर्ग तक पहुंचा है और परमेश्वर के दूत उस पर से चढ़ते उतरते हैं. അതിന്റെ മീതെ നിന്നുകൊണ്ട് യഹോവ അവനോട് സംസാരിക്കുന്നുണ്ട്. और उसके ऊपर खड़ा होकर परमेश्वर यहोवा उससे बात करता है. 13ാമത്തെ വാക്യത്തിൽ ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവയാകും. मैं तेरा यहोवा तेरा दादा इब्राहिम का परमेश्वर और इसहाक का भी परमेश्वर हूँ. ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും തരും. और जिस भूमि पर तू खड़ा है वो तुझे और तेरे वंश को दूंगा. ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. मैं तेरे साथ हूँ. നിന്നെ കാത്ത് ഈ രാജ്യത്ത് മടക്കി വരുത്തും. और तुझे संभाल कर तुझे फिर इस राज्य में लौटाऊंगा. അപ്പൊ അവനെ നോക്കിക്കോളാമെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. तो उसे देखेगा, उसकी सुरक्षा करेगा, ऐसा परमेश्वर कहता है. അപ്പോൾ യാക്കോബ് ഉറക്കം ഉണർന്നു 16ാമത്തെ വാക്യത്തിൽ. 16वें आयत में याकूब जाग उठा. അവനും വലിയ ബോധ്യമായി യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം ഞാനോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. और यहोवा इस स्थान में है, मैंने इस बात को नहीं जाना, ऐसा कहा. അവൻ ഭയപ്പെട്ടു. वो भय पाया. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല എന്നൊക്കെ വലിയ പ്രസ്താവന ഇറക്കി. और ये परमेश्वर का स्थान है, ऐसा बड़ी घोषणा कर दी. എന്നിട്ട് എന്താ ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റു. और उसके बाद वो सुबह तड़के उठता है. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവൻ തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായിട്ട് നിർത്തി അതിൽ എണ്ണ ഒഴിച്ചു. और अपने सिर में जो पत्थर पर वो सोया था उस पत्थर को वहां पर खंभा करके खड़ा किया और उस पर तेल डाल दिया. ഇതൊരു ജാതീയമായ ഒരു പരിപാടിയാ. तो ये जातियों का एक काम है. ദൈവം പ്രത്യക്ഷനാകുമ്പോൾ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, परमेश्वर जब प्रत्यक्ष होता है, प्रकट होता है, परमेश्वर जो हमसे अपेक्षा करता है. അതിന്റെ 20ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഒരു നേർച്ച നേർന്നെന്ന് എഴുതിയിരിക്കുന്നു. उस 20वें आयत में हम देखते हैं याकूब वहां पर एक मन्नत मांगता है. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. परमेश्वर इब्राहिम को प्रकट हुआ, ये इतिहास को हम पढ़ते हैं. ആ ദൈവത്തിന് അബ്രഹാം ഒരു യാഗപീഠം പണിത് യാഗമർപ്പിച്ചു. और उस परमेश्वर के लिए इब्राहिम ने एक वेदी बनाया और उस पर एक बलि चढ़ाया. അതിനുശേഷം ഇസഹാക്കിന് പ്രത്യക്ഷനാകുന്നത് കാണുന്നുണ്ട്. उसके बाद इसहाक को प्रकट होता है, ये हम देखते हैं. ഇസഹാക്കും യാഗമർപ്പിച്ചു. इसहाक ने भी बलि चढ़ाया. എന്നാൽ യാക്കോബിന് ദൈവം പ്രത്യക്ഷനായപ്പോൾ लेकिन यहाँ याकूब को जब परमेश्वर प्रकट हुआ, യാക്കോബ് ഒരു നേർച്ച നേർന്നു. याकूब यहाँ पर मन्नत मांगता है. ഒരു വലിയ വ്യത്യാസമുണ്ട് യാഗവും നേർച്ചയും തമ്മിൽ. बहुत बड़ा फर्क है बलिदान और मन्नत में. ഇന്ന് പലപ്പോഴും നമ്മൾ വിശ്വാസികൾ എന്ന് പറയുന്നവരെ യാഗം അർപ്പിക്കുന്നില്ല, നേർച്ച നേടുന്നതേ ഉള്ളൂ. और आज कई मर्तबा जो हम विश्वासी का दावा बोलते हैं, हम बलि नहीं चढ़ाते, हम भी मन्नत मांगते हैं. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായപ്പോൾ അബ്രഹാം ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുകയാണ്. इब्राहिम को जब परमेश्वर प्रकट हुआ तो वो वेदी बनाकर उस वेदी पर एक मेमने को वो बलि देता है. യാഗത്തിന്റെ അർത്ഥം എന്താണ്? बलिदान का मतलब क्या है? യാഗം അർപ്പിക്കുമ്പോൾ നമ്മൾ ഒരു ആടിനെയും കൊണ്ട് വന്നിട്ട് ദൈവത്തോട് പറയുകയാണ്, जब बलि चढ़ाते हैं तो एक मेमने को लाकर हम परमेश्वर से कहते हैं, ദൈവമേ ഇന്നലെ വരെ ഈ ആട്ടിൻകുട്ടി എന്റെ ആയിരുന്നു, कल तक ये मेमना मेरा था, എന്നാൽ ഇന്ന് നിന്റേതാ. लेकिन आज ये तेरा है. എന്റേതായിരുന്നത് ഞാൻ നിനക്ക് നിന്റേതാക്കുകയാണ്. जो मेरा था वो मैं तेरे नाम कर रहा हूँ. എന്നാൽ അതേസമയം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ആട്ടിൻകുട്ടി ഒരു വലിയ വിഷയമല്ല, പ്രത്യുത ആട്ടിൻകുട്ടി ഒരു പ്രതീകമാണ്, നമ്മുടെ സെൽഫിന്റെ പ്രതീകമാണ് ആട്ടിൻകുട്ടി. लेकिन वहां पर याद देने वाली बात यह है, मेमना वहां पर कोई बड़ा चीज नहीं है, लेकिन वो मेमना हमारा प्रतिनिधित्व करता है. അതുകൊണ്ട് നമ്മൾ യാഗം അർപ്പിക്കുമ്പോൾ ദൈവത്തോട് പറയുന്നത്, ഇന്നലെ വരെ ഞാൻ എൻ്റെ സ്വന്തമായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ എന്നെ നിനക്ക് തരുന്നു.
इसीलिए जब हम बलि चढ़ाते हैं तो हम परमेश्वर से कहते हैं, कल तक मैं मेरा अपना था, लेकिन आज से मैं तेरा हूं। അങ്ങനെ നിനക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മേലുള്ള അവകാശം നിനക്കാണ്. और ऐसा एक बार आपको मैं अपने आप को सौंप दूं, आगे से मेरा मालिकाना हक सिर्फ तेरा है। എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ ദൈവത്തിന് കൊടുക്കുന്നതാണ് യാഗം. मेरा मालिकाना हक जो परमेश्वर को देता हूं, इसको हम बलिदान कहते हैं। അപ്പൊ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദൈവമായിരിക്കും. मालिकाना हक देने के बाद हमारे जीवन में समस्या क्या होता है, तमाम बातें जो मुझे करना है वो परमेश्वर निर्णय करता है। പിന്നെ എൻ്റെതായ ഒരു മോഹങ്ങളും എനിക്കില്ല. उसके बाद मेरी अपनी कोई तमन्ना, कोई इच्छा नहीं। എൻ്റെ സെൽഫിനെ ഞാൻ യാഗമർപ്പിക്കുകയാണ്. अपने स्वयं को मैं वहां पर बलि चढ़ाता हूं। അങ്ങനെ യാഗമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് മോഹങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, താല്പര്യങ്ങളില്ല, ഇഷ്ടങ്ങളില്ല, ഒന്നുമില്ല. और ऐसे एक बार मैं अपने आप को बलि चढ़ाता हूं, उसके बाद मेरी कोई रुचि नहीं, मेरी इच्छा नहीं, मेरी तमन्ना नहीं, मेरा कोई अक्स नहीं, और किसी बात का कुछ नहीं। ഇന്നലെ വരെ എന്നിൽ ഞാൻ ജീവിച്ചു, എന്നാൽ ഇന്നു മുതൽ എന്നിൽ യേശുവാണ് ജീവിക്കുന്നത്. അതാണ് യാഗം. कल तक मैं अपने आप में जिया, लेकिन अब से यीशु मसीह मुझ में जिएगा, ये बलिदान है। അതാണ് ശരിക്കും പറഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. और ये सही मायने में आस्था है। ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് കൊടുക്കുന്നതാണ് ഫെയ്ത്ത്. मैं अपने आप को पूर्ण रूप से परमेश्वर के हाथों में जो सौंपता हूं, ये आस्था है। അപ്പൊ അബ്രഹാമും ഇസഹാക്കും യാഗമർപ്പിച്ചു, പക്ഷെ യാക്കോബ് നേർച്ച നേർന്നു. तो इब्राहिम और इसहाक ने बलि चढ़ाया, लेकिन याकूब ने मन्नत मांगी। ഇപ്പോൾ നേർച്ച എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. आजकल मन्नत जो है वो एक व्यवसाय है। നേർച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാന് ദൈവത്തോട് പറയുകയാണ്, ഇപ്പൊ എനിക്ക് ഞാന് സപ്പോസ് കോഴിയെ അടവെക്കുക, ഞാനൊരു മലയാളത്തിന്റെ ഒരു ഉദാഹരണം പറയാ, കോഴിയെ അടവെച്ച് 12 കോഴിക്കുഞ്ഞിറങ്ങി. अब मन्नत को समझाने के लिए अभी मान लो कि मलयालम भाषा में ये इसको समझाने के लिए उदाहरण बताता हूँ। अगर एक मुर्गे को मैंने अंडा रखकर उसको रखा है, उसमें से 12 चूजे निकलते हैं, അപ്പോൾ ഞാൻ ഒരു നേർച്ച നേടുകയാണ്. तो मैं एक मन्नत करता हूँ। ഏതെങ്കിലും ദൈവം ആയിക്കോട്ടെ, ഗീവളീസ് പുണ്യവാള, എന്റെ 12 കോഴിക്കുഞ്ഞിനെ നീ നോക്കിക്കോണേ, 12നെയും എനിക്ക് ഒന്നും പറ്റാതെ തരികയാണെങ്കിൽ അതിനകത്ത് 2 എണ്ണത്തിനെ ഞാൻ നിനക്ക് തന്നേക്കാം. अभी परमेश्वर कोई भी क्यों ना हो, मान लेते हैं गियोर्गीस जो हमारा जो प्रेरित है, उसके लिए हम करते हैं और कहते हैं कि मैं मन्नत मांगता हूँ, इस 12 चूजों में से अगर 12 मुझे अच्छे से मिल जाए, तो जब ये बड़े हो जाएंगे, इसमें से 2 मैं आपको दे दूंगा। അപ്പൊ അതൊരു ബിസിനസ്സാ. तो ये एक व्यवसाय है। പിന്നെ പുണ്യാളന്റെ ജോലിയാ ഈ കോഴിയെ പരുന്ത് പിടിച്ചുകൊണ്ട് പോകാതെ പുറകെ ഓടിക്കണം. और उसके बाद फिर ये उस भक्त व्यक्ति का काम बन जाता है कि इसको सुरक्षित रखना, ताकि कोई इसको ले ना जाए। എന്നാലല്ല 2 എണ്ണത്തെ കിട്ടത്തുള്ളൂ. तो ही 2 मिलेगा ना। ഇതുപോലെ നമ്മൾ പറയുന്നത്, ദൈവമേ എന്റെ കാര്യം എല്ലാം നോക്കിക്കോണം, എനിക്ക് ജോലി തരണം, എനിക്ക് കാശ് തരണം, അങ്ങനെ എനിക്ക് എല്ലാം തരികയാണെങ്കിൽ അതിന്റെ ദശാംശം ഞാൻ നിനക്ക് തന്നേക്കാം. इसी तरह से हम भी कहते हैं, मसीह मुझे नौकरी देना, मुझे फलाना औदा देना, अगर मेरा सब काम अच्छे से हो जाए तो उसमें से एक दशांश में तुझे दूंगा। അത് നേർച്ചയാ, അല്ലാതെ അത് യാഗമല്ല. वो मन्नत है, वो त्याग या वो बलिदान नहीं है। അപ്പൊ നമ്മൾ ഇന്ന് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പലരും നേർച്ച നേരുകയാണ്, ദൈവം പിന്നെ നമ്മുടെ പുറകെ നടന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നോളും, തന്നില്ലെങ്കിൽ ദശാംശം കിട്ടത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെയും കൂടെ ഒരു ആവശ്യമാ നമ്മളെ നമുക്ക് നല്ല ജോലി തരിക, കാശ് തരിക എന്നൊക്കെ പറയുന്നു. तो अगर अभी सच कहा जाए तो आजकल हम सब ऐसा मन्नत मांगते हैं, उसके बाद ये परमेश्वर का काम बन जाता है कि हमारी जो बातें हैं, हमारी मनमर्जियों को पूरा किया जाए, क्योंकि ऐसा नहीं होगा तो दशांश नहीं मिलेगा। फिर परमेश्वर हमारी कामों को पूरा करने के लिए उसके पीछे लग जाते हैं। ഇവൻ പറയുന്നത്, ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്നോടുകൂടെ ഇരിക്കുകയും. വേഴ്സ് 20. 20वां आयत में, यदि परमेश्वर मेरे संग रहकर इस यात्रा में मेरी रक्षा करे, എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തരികയും.
मुझे खाने के लिए रोटी और पहनने के लिए कपड़ा दे। എന്നെ കാത്ത് എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ और अपने पिता के घर में कुशल क्षेम से मुझे लौट आऊं तो അങ്ങനെയൊക്കെ നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ ആലോചിക്കാം നിന്നെ ഞാൻ ദൈവമാക്കാം. ऐसा अगर तू करता है तो फिर मैं सोचूंगा कि तुझे परमेश्वर बनाऊं या नहीं। ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായല്ലോ? आप लोग को फर्क समझ आ रहा है ना? ദൈവം എല്ലാം ചെയ്തോളം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ യാഗമൊക്കെ അർപ്പിക്കാം. परमेश्वर सब कुछ करना है और अगर ऐसा करेगा तो मैं बलि चढ़ाऊंगा। ഇപ്പോഴേ യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അതും ഇതൊക്കെ എന്നോട് ചോദിക്കും. अभी से अगर मैं बलि चढ़ाऊं तो तू मुझसे ये फलाना चीज मांगेगा। അതുകൊണ്ട് ഞാനൊന്ന് നോക്കട്ടെ നീ എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. നീ നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ പ്രതിഫലം തരാം. इसलिए मैं देखता हूँ तू कैसे काम करेगा। तू अच्छा से काम करेगा तो मैं तुझे प्रतिफल दूंगा। നിന്റെ വഴിയൊന്നും വരാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പോകുന്ന ഈ വഴിയിൽ നീ എന്റെ കൂടെ പോരണം. तेरे मार्ग में मैं नहीं आ सकता। मैं जिस मार्ग में चलता हूँ उस मार्ग में तू मेरे संग आना। അതാണ് നേർച്ച. इसको मन्नत कहते हैं। അതായത് യാക്കോബ് പറയുന്നത് എന്റെ വഴി ഞാൻ വിട്ടുകളയത്തില്ല, എന്റെ വഴിയെ നീ വന്നോണം. तो याकूब यहाँ पर कहता है मेरे मार्ग को मैं नहीं छोड़ूंगा। मैं जिस मार्ग में चलूं वहां पर तू मेरे संग आना। ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. എന്റെ വഴിയെ ഞാൻ പോകും, അവിടെല്ലാം നീ എന്നെ സഹായിച്ചോണം. यही बात हम लोग भी कहते हैं। मेरी मार्ग में मैं चलूंगा लेकिन उन जगहों पर तू मेरी मदद के लिए आना। അപ്പൊ എനിക്ക് എന്റേതായ ഒരു വഴിയുണ്ട്. तो मुझे मेरा अपना एक मार्ग है। അത് യാഗമല്ല. वो बलिदान नहीं है। യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എന്നിൽ വസിക്കുന്നില്ല. और एक बार बलिदान दे दूं तो उसके बाद मेरा अपना कुछ नहीं। ഗലാത്യർ 2:20 പറയുന്നത് I am crucified with Christ, no longer I, but Christ lives in me. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. गलातियों की पत्री 2:20 में लिखा है कि मैं मसीह के साथ जो है क्रूस पर चढ़ाया गया हूँ। अब जो जीवित वो मैं नहीं बल्कि मसीह मुझ में जीवित है। അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. और ये आस्था है। എന്റെ ജീവിതത്തെ ദൈവത്തിന് കൊടുത്തിട്ട് ഞാൻ ഇല്ലാതെയാകുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. मेरे जीवन को परमेश्वर के हाथों में देने के बाद मैं जो नहीं हूँ ये आस्था है। അതാണ് ശരിക്കും പറഞ്ഞാൽ സാക്രിഫൈസ്, അതാണ് യാഗം. और ये सही मायने में बलिदान है। इसी को त्याग कहते हैं। അപ്പൊ അവിടെ അതാണ് മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സറണ്ടറൻസ് ആണ്. तो अति पवित्र विश्वास का मतलब या आस्था का मतलब है ऐसा आत्मसमर्पण। അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഗിവ് മീ ഗിവ് മീ ഗിവ് മീ ഗിവ് മീ ബ്ലസ് മീ ബ്ലസ് മീ എന്ന് പറയുന്നത് റിലിജിയൻ ആണ്. എന്നാൽ ടേക്ക് മീ എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. तो इसलिए मैंने कल याद दिलाया मुझे दो आशीष दो ये कहना केवल धर्म की बात है। लेकिन मुझे ले लो ये कहना आस्था की बात है। എന്നെ തന്നെ യേശുവിന് കൊടുക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. मैं अपने आप को जो यीशु के हाथों में समर्पण करता हूँ इसको आस्था कहते हैं। പിന്നെ യേശു ആയിരിക്കും എന്നിൽ ജീവിക്കുന്നത്. और उसके उपरांत यीशु मसीह मुझ में जीता है। ഇത് മനസ്സിലാക്കാൻ ഞാൻ സാധാരണ പറയാറുണ്ട്, ജീസസ് ഇൻസൈഡ് ആൻഡ് ജീസസ് ഔട്ട്സൈഡ്, ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. और ये समझाने के लिए अक्सर मैं कहता हूँ यीशु मसीह हमारे भीतर और यीशु मसीह बाहर, इस फर्क को समझना। പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ യേശു പുറത്ത് നിൽക്കുകയാണ്, നമ്മൾ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. कई मर्तबा हमारे जीवन में यीशु मसीह बाहर खड़ा है और हम यीशु के पास जाकर आशीष की गुहार करते हैं। ഈ ടി വിയിലൊക്കെ പ്രസംഗിക്കുന്നവരെല്ലാം പറയുന്നത് ഇവിടെ വരിക, യേശുവിന്റെ അടുക്കലേക്ക് വന്ന് നീ എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടാല് അവൻ ഇന്ന് നിനക്കത് തരും. टीवी और इस माध्यमों में जो प्रचार करते हैं वो कहते हैं तू आकर यीशु के पास आकर मांगता है तो जो तू मांगेगा वो यीशु तुझे देगा। അപ്പൊ യേശു എവിടെയാണ്? ऐसा है तो यीशु कहाँ है? ആ യേശു അവിടെ നിപ്പുണ്ട്, നീ അങ്ങോട്ട് ചെന്നാ മതി. यीशु वहां पर खड़ा है, बस तुझे वहां जाना है। എന്നാൽ ഇത് ഫെയ്ത്ത് അല്ല. लेकिन ये आस्था नहीं है। ഇത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ
യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സന്ദർഭം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. यूहन्ना 6 अध्याय में 5 रोटी से 5000 को खिलाते हैं, उस संदर्भ को हम देखेंगे तो हम समझ पाएंगे. നമുക്കറിയാം യേശു മനസ്സലിഞ്ഞ് 5000 പുരുഷന്മാർക്ക് ഭക്ഷണം കൊടുത്തു. हम जानते हैं यीशु मसीह दया खा के वहां पर 5000 लोगों को खाना खिलाया. എല്ലാം കഴിച്ച് ശേഷിച്ച കഷണം 12 കൊട്ട, അതായത് വയറ് നിറച്ച് പൊട്ടുന്ന പോലെ തിന്നു. और सब खाने के बाद 12 टोकरी बच गए थे, मतलब पेट फटने तक खा लिए. വയറിങ്ങനെ നിറഞ്ഞിരുന്നപ്പോ കുറച്ചുപേര് കൂടി പറഞ്ഞു, എടാ ഈ യേശു ഒരു ഭയങ്കര ഒരു സംഭവമാ, അതുകൊണ്ടൊരു കാര്യം ചെയ്യ, നമുക്ക് ഇവനെ അങ്ങ് രാജാവാക്കിയാൽ ഇഷ്ടം പോലെ തിന്നാം. तो ऐसा पेट भरकर जब बैठा था, एक व्यक्ति ने कहा कि अगर इस व्यक्ति को हम लोग राजा बनाते हैं तो हमेशा पेट भर के खाना मिलेगा. അപ്പൊ അവരെല്ലാരും കൂടെ യേശുവിനെ രാജാവാക്കാൻ പരിശ്രമിച്ചു. तो उन सब लोगों ने यीशु मसीह को राजा बनाने की कोशिश की. പക്ഷെ യേശു അവരെ ഇട്ടേച്ചങ്ങ് പോയി. लेकिन यीशु मसीह उनको छोड़कर चला गया. നമ്മൾ ഒന്ന് ആലോചിച്ചേ, ഒരു നല്ല കാര്യമല്ലേ എല്ലാരും കൂടെ കൂടി യേശുവിനെ രാജാവാക്കാൻ പരിശ്രമിച്ചിട്ട് യേശു എന്തോ പണിയാ കാണിച്ചത്? അതൊന്നും ഏറ്റെടുക്കാതെ അങ്ങ് പോയതിന്റെ കാര്യമില്ല. हम सोचेंगे ये क्या बात है, ऐसा क्यों किया यीशु मसीह ने? ये तो अच्छी बात है, वो लोग यीशु मसीह को राजा बनाना चाहते थे, तो वो उत्तरदायित्व लेने का छोड़ के वो छोड़कर क्यों चला गया? പക്ഷേ യേശുവിന് മനസ്സിലായി എന്തിനാണ് ഇവർ എന്നെ രാജാവാക്കുന്നത്. लेकिन यीशु मसीह समझ गए थे कि किस लिए ये यीशु को राजा बनाना चाहते हैं. പിറ്റേ ദിവസം അവര് പിന്നെയും വന്നു. ഞാൻ വിശദമാക്കുന്നില്ല, പെട്ടെന്ന് പറയാ. दूसरे दिन वो लोग फिर आए, ज्यादा बताना नहीं चाहूंगा. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ എവിടെല്ലാം അന്വേഷിച്ചു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. हमने कहां कहां तुझे नहीं ढूंढा, तू हमारे लिए राजा बनना. കർത്താവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്തിനാ എന്നെ തിരക്കി വന്നേന്ന്. तो यीशु मसीह ने कहा, मैं जानता हूं तुम क्यों मुझे ढूंढते हो. കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. तुम रोटी खाकर तृप्त हुए हो, इसीलिए मुझे ढूंढते हो. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് റൊട്ടി തന്നു, कल मैंने तुम्हें रोटी दिया. അത് കുഴപ്പമൊന്നുമുള്ള കാര്യമല്ല. നിങ്ങൾ വിശന്നപ്പോ ഞാൻ ഫുഡ് തന്നെന്നുള്ളതേ ഉള്ളൂ. वो उसमें कोई मुश्किल नहीं है. आप लोग को भूख लगी थी तब मैंने आपको खिलाया. ഞാൻ തന്ന ഭക്ഷണം നിങ്ങൾ ഇന്നലെ കഴിച്ചു. जो मैंने दिया वो आपने कल खा लिया. പക്ഷെ ഞാൻ പുറത്തായിരുന്നു. मैं बाहर था. ഞാൻ പുറത്തു നിന്നു, നിങ്ങൾ ഞാൻ തന്ന ഭക്ഷണം വാങ്ങിച്ചകത്താക്കി. मैं बाहर खड़ा था, मैंने जो भोजन दिया वो तुमने खाकर उसको अंदर कर दिया. എന്നാൽ ഇന്ന് റൊട്ടിയില്ല, ഇന്ന് അപ്പമില്ല. लेकिन आज रोटी नहीं है. കാരണം ഇന്നലെ തന്ന ഭക്ഷണം കഴിച്ചാലും നിങ്ങൾ മരിക്കും. क्योंकि कल जो रोटी दिया वो देने से तुम तब भी मरोगे. അത് നശിച്ചു പോകുന്ന ആഹാരമാണ്. वो नश्वर है. എന്നാൽ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം നിങ്ങൾ കാംക്ഷിക്കണം. लेकिन अनंत जीवन के लिए सदा खड़े होने वाले उस रोटी का तुम्हें इंतजार करना है. അവര് ചോദിച്ചു, അതെന്തോ ആ ആഹാരം? तो उन लोगों ने सवाल किया, वो कौन सा भोजन है? അത് ഞാൻ തന്നെയാ. वो मैं ही हूँ. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. मैं जीवन की रोटी हूँ. നിങ്ങൾ എന്നെ തിന്നണം. तुमको मुझे खाना है. എന്നെ തിന്നാൽ ഞാൻ അകത്ത് വരും. अगर तुम मुझे खाओगे तो मैं अंदर आऊंगा. ഇന്നലെ തന്ന ഭക്ഷണം ഇന്ന് രാവിലെ പോയി. कल जो खाना दिया वो आज सुबह चला गया. പക്ഷേ എന്നെ തിന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോകത്തില്ല, ഞാൻ അവിടെ താമസിക്കും. लेकिन अगर तुम मुझे खाओगे, मैं ऐसा जाऊंगा नहीं, मैं वहीं पर रहूंगा, डेरा रखूंगा. എന്നിട്ട് നിങ്ങളെ ഭരിക്കും. और तुम्हारे ऊपर प्रभुता करूंगा. അപ്പൊ ജീസസ് ഔട്ട്സൈഡ് ആയിരുന്നു ഇന്നലെ. तो कल यीशु मसीह बाहर था. ഇന്ന് യേശു പറയാ, എനിക്ക് അകത്ത് വരണം, ജീസസ് ഇൻസൈഡ് ആകണം. लेकिन आज यीशु कहता है मुझे भीतर आना है, यीशु अंदर आना है. ജീസസ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത് റിലിജനാണ്. यीशु मसीह बाहर जो होता है वो धर्म है. നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ദൈവത്തോട് എന്ന് പറഞ്ഞാൽ കർത്താവ് സഹായിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. हमें जब तकलीफ होता है यीशु के पास कहेंगे तो यीशु मसीह मदद करेगा, कोई गलत बात नहीं है. ജോലി ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് ചിലപ്പോൾ ജോലി തന്നിരിക്കും. नौकरी नहीं है, प्रार्थना करेंगे तो परमेश्वर हो सकता है नौकरी दे दे. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൊക്കെ കർത്താവിന്റെ അടുത്ത് ചെന്നാൽ കർത്താവ് സഹായിക്കും. हमारे जीवन के मुश्किल समयों में जब परमेश्वर के पास हम जाते हैं तो निश्चित परमेश्वर हमारी सहायता करेगा. പക്ഷെ അതുകൊണ്ട് ആർക്കും നിത്യജീവൻ കിട്ടത്തൊന്നുമില്ല.
लेकिन उस वजह से किसी को अनंत जीवन नहीं मिलेगा। ചിലർ ചിന്തിക്കുന്നത് അവർ പ്രാർത്ഥിച്ചൊരു ജോലി കിട്ടിയതുകൊണ്ട് അവരങ്ങ് സ്വർഗത്തിൽ പോകുന്ന. कुछ लोग सोचते हैं प्रार्थना करने से क्योंकि एक नौकरी मिला अब स्वर्ग में चले जाएंगे, അതുകൊണ്ട് അവർ പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുന്നതെല്ലാം ജോലി വേണം, പൈസ വേണം, കാറ് വേണം, വീട് വേണം, നാട്ടിൽ പോകണം, എല്ലാം വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. और इसलिए वो आगे फिर यही प्रार्थना करता है कि नौकरी चाहिए, उन्नति चाहिए, बढ़ोतरी चाहिए, गाड़ी चाहिए, बंगला चाहिए, गांव जाना है। എന്നാൽ യേശു പുറത്താ. लेकिन यीशु मसीह बाहर है എന്നിട്ട് പറയും താ താ, ഗിവ് മീ ഗിവ് മീ ഗിവ് മീ, ബ്ലസ് മീ ബ്ലസ് മീ. और फिर हम कहेंगे दे दो दे दो दे दो, अनुग्रह करो, आशीष करो। എന്നാൽ തങ്ങളെ ഭരിക്കാൻ അവര് ദൈവത്തെ വിട്ടുകൊടുക്കത്തില്ല. लेकिन अपने ऊपर प्रभुता करने के लिए वो परमेश्वर के हाथों में अपने आप को नहीं सौंपते। അപ്പോൾ അത് ഫെയ്ത്ത് അല്ല. तो वो आस्था नहीं है। ഫെയ്ത്ത് എന്ന് പറയുന്നത് സറണ്ടറൻസ് ആണ്. आस्था जो है आत्मसमर्पण है। നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. हम अपने आप को परमेश्वर के हाथों में सौंपते हैं, उसे आस्था कहते हैं। അത് നടക്കണമെങ്കിൽ നമ്മൾ ശരിക്കും, അല്ലെങ്കിൽ അത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ഫെയ്ത്ത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. और अगर ऐसा नहीं होता इसका मतलब है हमने आस्था को नहीं समझा है। അങ്ങനെ ഈ ഫെയ്ത്തിന്റെ ഒരു വലിയ ഒരു പ്രത്യേകത നമ്മള് ഒരു വാക്യം പെട്ടെന്നൊന്ന് വായിച്ച് ഞാൻ ഏകദേശം ഒന്ന് പറയാം. എബ്രായ ലേഖനം 11-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ये समझने के लिए एक वचन जल्दी से बताना चाहूंगा, उसमें से ज्यादा विस्तार से तो नहीं कहेंगे। इब्रानियों की पत्री हम जानते हैं, इब्रानियों की पत्री 11:1। എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. अब विश्वास आशा की हुई वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है। assurance of things that hoped for, मतलब जो बातों की हम आशा रखते हैं उसका भरोसा। അവിടെയും ഈ പ്രശ്നമുണ്ട് ഭാഷയ്ക്കകത്ത്. അതായത് ആശിക്കുക എന്ന് പറയുന്നതും ഹോപ്പ് എന്ന് പറയുന്നതും, ആശ എന്ന് പറഞ്ഞാൽ ഒരു ഡിസയർ എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഡിസയർ അല്ല അവിടുത്തെ വിഷയം, होप ആണ്. वहां पर भी ये जैसा विश्वास और आस्था की बात है, वही समस्या यहाँ पर भी है। आशा मतलब चाहत नहीं, लेकिन ये प्रत्याशा की बात है। നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് കർത്താവേ നീ എനിക്ക്, അല്ലെങ്കിൽ വി ആർ പ്രേയിങ്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. तो हम लोग कई बार जो आते हैं प्रार्थना करते हैं देखने वाली वस्तुओं के लिए है। എന്ന് തന്നെയല്ല, നമ്മുടെ മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. इतना ही नहीं, कई मर्तबा हमारी अभिलाषाओं को पूरा करने के लिए हम प्रार्थना करते हैं। എന്നാൽ മോഹമല്ല ഇവിടെ പറയുന്നത്, പ്രത്യാശയാണ്, ഹോപ്പാണ്. लेकिन यहाँ पर अभिलाषा के बारे में नहीं, प्रत्याशा या आशा के बारे में लिखा है। കാരണം മോഹങ്ങൾ എന്ന് പറയുന്നത് പ്രസന്റ് റിയാലിറ്റിയാ, ഇവിടുത്തെ കാര്യങ്ങളാണ്. क्योंकि अभिलाषा जो है वो हमारा वर्तमान समय की जो सच्चाई है। എന്നാൽ ഹോപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വൽ റിയാലിറ്റീസ് ആണ്, ആത്മിക യാഥാർത്ഥ്യങ്ങളാണ്. लेकिन प्रत्याशा या आशा जो है ये आत्मिक क्षेत्र का है। അവിടെ പറയുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. वहां पर लिखा है अब विश्वास आशा की हुई वस्तुओं का निश्चय और अनदेखी वस्तुओं का प्रमाण है। കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും ലോകത്തിൽ നമ്മൾ കാണാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം താജ്മഹൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ കാണുമായിരിക്കും. അതുകൊണ്ട് താജ്മഹൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറയുന്നത്. अब अनदेखी बातों का विश्वास करने का मतलब, अभी भारत में ताजमहल बहुत से लोगों ने देखा नहीं होगा, लेकिन ताजमहल है ये विश्वास करना नहीं है अनदेखी बातों का विश्वास करना। അവിടെ പറയുന്നത് കാണാത്ത കാര്യങ്ങൾ എന്നുള്ളതിനേക്കാൾ ഉപരി കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണ്. तो अनदेखी वस्तुओं से बढ़कर वहां जो समझाना चाहते हैं, जो हम देख नहीं सकते ऐसे वस्तु, അതായത് മാനുഷിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ ഉറപ്പ്, इंसानी आंखों से जो देख नहीं सकते उस चीज का एक आशा। അൺസീൻ തിങ്സ്, അത് സ്പിരിച്വൽ റിയാലിറ്റീസ് ആണ്.
और अंधे की बातें जो यहाँ पर लिखा गया है वो आत्मिक सच्चाई के बारे में, आत्मिक क्षेत्र के बारे में है। നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, हमने स्वर्ग को नहीं देखा, പക്ഷെ നമ്മൾ സ്വർഗത്തിന്റെ ഉറപ്പ് നമുക്കുണ്ട്, ഉണ്ടാകണം. लेकिन स्वर्ग का एक भरोसा, एक निश्चय हमारे में है। ദൈവത്തെ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല, परमेश्वर को हमारी आंखों से हम नहीं देखते, കാരണം ദൈവം ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്. क्योंकि परमेश्वर एक आत्मिक सच्चाई है। ആ ആത്മീക യാഥാർത്ഥ്യത്തെ ഞാൻ കാണണമെങ്കിൽ എൻ്റെ ആത്മീക കണ്ണുകൾ തുറക്കണം. उस आत्मिक सच्चाई को अगर मुझे देखना है तो मेरी आत्मिक आंखों को खुलना है। ഞാൻ കാണാത്ത യേശുവിനെ ഞാൻ അനുഭവിക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. जिस यीशु को मैं नहीं देखता, उस यीशु का अनुभव करना, ये आस्था है। ആ രീതിയിൽ ആത്മിക യാഥാർത്ഥ്യങ്ങൾ എൻ്റെ അനുദിന അനുഭവമാകുമ്പോഴാണ് ഞാൻ അതിനെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. इस तरह से आत्मिक सच्चाई जब दिन प्रतिदिन मेरा अनुभव हो जाता है, तब उसे आस्था कहते हैं। അത് മറ്റുള്ളവർക്ക്, ലോകത്തിലെ മനുഷ്യർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല. और ये संसारी लोगों को समझने वाला विषय नहीं है। ഇപ്പൊ ഹാബേൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിച്ചെന്ന് പറഞ്ഞു. अब हाबेल परमेश्वर को भाने वाला, प्रसन्न होने वाला बलि चढ़ाया, ऐसा लिखा है। എന്നാൽ അവൻ എങ്ങനെയാ അറിഞ്ഞത് ദൈവത്തിന് പ്രസാദമുള്ളത് ഏതാണെന്ന്? लेकिन आबेल ने कैसे जाना परमेश्वर को प्रसन्न क्या बात होता है? ബൈ ഫെയ്ത്ത്, विश्वास के साथ। അതാണ് ശരിക്കും ഫെയ്ത്ത്. वो सही मायने में आस्था है। കാര്യം അവൻ വിശ്വാസത്താൽ അദൃശ്യനായ ദൈവത്തിന്റെ ഹൃദയം കണ്ടു. क्योंकि आस्था से या विश्वास से उसने अदृश्य परमेश्वर के मन को देखा। ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. हानोक परमेश्वर के साथ चला। എങ്ങനെയാ നടന്നത്? कैसे चला? വിശ്വാസത്താൽ. विश्वास के साथ। കാരണം അദൃശ്യനായ ദൈവത്തെ കണ്ടുകൊണ്ട് അവൻ ദൈവത്തോട് കൂടെ നടന്നു. अंधे का परमेश्वर को देखकर परमेश्वर के साथ वो चला। അതിന്റെ തന്നെ 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ ദേശത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ട ആളെ അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. और इब्रानी की पत्री 11 का 8 में हम पढ़ते हैं, विश्वासी से इब्राहिम जब बुलाया गया तो आज्ञा मानकर ऐसी जगह निकल गया जिसे मिरास में लेने वाला था, और यह न जानता था कि वो किधर जाता है, तो भी निकल गया। ഏത് ദേശത്തേക്കാ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. कहाँ जाना है ये भी नहीं पता। പിന്നെ അവൻ എങ്ങനെ വഴി അറിയുന്നേ? फिर वो मार्ग कैसे जानता है? കാരണം അവന്റെ മുമ്പിൽ നടക്കുന്ന ദൈവത്തെ, അദൃശ്യ ദൈവത്തെ അബ്രഹാം വിശ്വാസത്താൽ കണ്ടു. क्योंकि उसके आगे चलने वाली अंधे का परमेश्वर को आस्था से इब्राहिम ने देखा। മോശയുടെ കാര്യം അതിന്റെ 11ാം അധ്യായത്തിൽ നിന്ന് 20, ഞാൻ ഒത്തിരി വാക്യങ്ങൾ വായിക്കുന്നില്ല, 27ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നത് വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ. और मूसा के बारे में उसी अध्याय का 27वें आयत में लिखा है, विश्वासी से राजा के क्रोध में न डरकर उसने मिस्र को छोड़ दिया, क्योंकि वह अंधेका को मानो देखता हुआ दृढ़ रहा। അപ്പൊ അദൃശ്യ ദൈവം ഒരു യാഥാർത്ഥ്യമാകുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. तो अंधे का परमेश्वर जो सच बनता है हमारे जीवन में, उसे हम आस्था कहते हैं। അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കൊരു കാർ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇതൊന്നും അല്ല ഫെയ്ത്ത് എന്ന് പറയുന്നത്. मैं विश्वास करता हूँ मुझे एक गाड़ी मिलेगा, मैं विश्वास करता हूँ, ये विश्वास नहीं है। അത് ഫെയ്ത്ത് എന്ന് പറയുന്നത് അദൃശ്യനായ ദൈവം എനിക്കൊരു യാഥാർത്ഥ്യമാകുന്നതാണ്. आस्था का मतलब है अंधे का परमेश्वर मेरे लिए एक सच बन जाता है। അപ്പോൾ ഫെയ്ത്ത് ഉള്ള ഒരു വ്യക്തിക്ക് യേശു ഒരു പ്രസന്റ് റിയാലിറ്റിയാണ്, ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. तो जिसमें आस्था है उसके लिए यीशु मसीह जो है एक वास्तविकता है, एक वर्तमान समय की सच्चाई है। അവൻ യേശുവിനോട് വർത്തമാനം പറയും, അദൃശ്യമായ കണ്ണുകൾ കൊണ്ട് യേശുവിനെ കാണും, യേശു അവനെ തലോടും, യേശുവുമായിട്ട് ആ രീതിയിലുള്ള ഒരു റിലേഷൻ അവനുണ്ട്. वो यीशु मसीह से बात करेगा, वार्तालाप करेगा, यीशु मसीह उससे प्रेम करेगा, उसको सहलाएगा, और वो अपने अंधे का उस आस्था से वो यीशु मसीह के साथ एक संबंध बनाए रखता है। അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ये आस्था का विषय है। ആ വിശ്വാസത്തിൽ, അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ ബിൽഡ് ചെയ്യുമ്പോൾ
യേശു കർത്താവ് എനിക്ക് ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി തീരും. तो अति पवित्र आस्था में जब अपने आप की मैं उन्नति करता हूँ, मेरा निर्माण करता हूँ, अंधे का यीशु मसीह मेरे लिए सच्चाई बन जाता है. എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ യേശുവിനെ കാണുന്നില്ല, എന്റെ കൈകൾ കൊണ്ട് ഞാൻ യേശുവിനെ തൊടുന്നില്ല, പക്ഷേ ആത്മാവിൽ ആ യേശുവിന്റെ കൂടെയാ ഞാൻ നടക്കുന്നത്. मेरे आंखों से मैं यीशु मसीह को नहीं देखता, मेरे हाथों से मैं यीशु मसीह को नहीं छूता, लेकिन आत्मा में यीशु को देखकर उसके साथ में चलता हूँ. Unseen Jesus is becoming my reality, my present reality. अंधे का यीशु मसीह मेरा सच्चाई बन जाता है, मेरा वर्तमान सच. എന്റെ ഡേ ടു ഡേ ലൈഫില് യേശു എന്നെ നയിച്ചു നടത്തുക, എന്നെ നിയന്ത്രിക്കുകയാണ്, എനിക്ക് ആലോചന പറഞ്ഞു തരികയാണ്, എന്നെ ശക്തീകരിക്കുകയാണ്. അത് എൻ്റെ അനുദിന ജീവിതത്തിൽ നടക്കുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിൽ പണിയുന്നത്, എന്നെ തന്നെ പണിയുന്നത്. मेरे रोजमर्रा के जीवन में यीशु मसीह मुझे सलाह देता है, यीशु मसीह मेरा मार्गदर्शन करता है, मैं यीशु मसीह की आज्ञाओं को मानता हूँ, यीशु मसीह मेरे ऊपर प्रभुता करता है. इस तरह से हर रोज हर पल जब मैं जीता हूँ, तब मेरी आत्मिक जीवन का निर्माण अति पवित्र आस्था में होता है. അപ്പൊ പിന്നെ യേശുവിന് ചെയ്യേണ്ട കാര്യങ്ങളെ ഞാൻ ചെയ്യത്തുള്ളൂ. तो जो यीशु मसीह करना चाहता है वही काम मैं करूंगा. അപ്പൊ യേശു എനിക്ക് ആ രീതിയിലൊരു യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഞാൻ വിശ്വാസത്തിൽ എന്നെ തന്നെ ബിൽഡ് ചെയ്യുന്നത്. जब यीशु मसीह इस तरह से मेरा सच्चाई बन जाता है, तब मैं अपने आप को उस अति पवित्र विश्वास या आस्था में उन्नति और निर्माण करता हूँ. എന്റെ മോട്ടിവേഷൻ യേശുവും യേശുവിന്റെ വാക്കുകളുമാണ്. और मेरे लिए जो प्रेरणा है वो यीशु और यीशु मसीह का वचन है. അപ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് എൻ്റെ എന്താണ് നമ്മളെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യുക എന്ന് പറയും. तो परमेश्वर की वचन सुनकर मैं जीता हूँ, परमेश्वर के वचन को देखकर मैं उसके आज्ञा मानकर मैं जीता हूँ. इसी को अति पवित्र विश्वास में हमारा निर्माण को कहते हैं. എന്നാൽ മറ്റുള്ളവരുടെ കാര്യം അതിന്റെ 18ാമത്തെ വാക്യത്തിൽ നമ്മൾ അവരെന്ന് പറഞ്ഞല്ലോ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരനുസരിച്ച് നടക്കുന്നത് അവരുടെ അൺഗോഡ്ലി പാഷൻസ് ആണ്. 18वें आयत में यहूदा में जैसा हमने देखा, उन लोगों के बारे में जो अभक्ति से अभिलाषाओं के अनुसार जो चलते हैं, वो अपनी इच्छा के अनुसार, अपनी अभिलाषाओं के अनुसार चलते हैं. അവരുടെ റിയാലിറ്റി അൺഗോഡ്ലി പാഷൻസ് ആണ്. और उनकी सच्चाई जो है वो अभक्ति के अभिलाषा है. അവർ ജഡമാണ് അവർക്ക് യാഥാർത്ഥ്യം. शरीर उनके लिए सब कुछ है. ലൗകികമായ കാര്യങ്ങളാണ് അവരുടെ മോട്ടിവേഷൻ. सांसारिक बातें जो है उनके लिए प्रेरणा है. എന്നാൽ നമ്മൾ അതിവിശുദ്ധ വിശ്വാസത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പണിയുന്നത്. लेकिन अति पवित्र विश्वास और आस्था में हमें अपने आप की उन्नति करना है, निर्माण करना है. ലൗകികരായ ആളുകൾ അവരുടെ അവിശുദ്ധ അൺഹോളി പാഷൻസ് ഫുൾഫിൽ ചെയ്യാനാ ജീവിക്കുന്നത് തന്നെ. सांसारिक लोग जो है उनका अपवित्र या फिर अभक्ति की अभिलाषाओं को पूरी करने के लिए जीते हैं. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യേശു ഒരു വലിയ യാഥാർത്ഥ്യമായതുകൊണ്ട് നമ്മൾ പിന്നീട് മറ്റ് യാതൊന്നും ആലോചിക്കുന്നില്ല. യേശുവിന് എന്താ ഇഷ്ടമെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. लेकिन हमारे संबंधित में जो मसीह लोग हैं, क्योंकि यीशु मसीह हमारी सच्चाई है, हम और किसी चीज में ध्यान नहीं देते, केवल यीशु की इच्छाओं को पूरी करना, और यही हमारा मकसद बन जाता है. അവരെ സംബന്ധിച്ചുള്ള മോഹങ്ങളാണ്, പാഷൻസ് ആണ്. उनके संबंधित में अभिलाषा है, जुनून है. നമുക്ക് ഫെയ്ത്ത് ആണ്, हमारा आस्था है. പാഷൻ ടെമ്പറൽ ആണ്. ഇപ്പോഴത്തെ പാഷൻ എന്ന് പറയുമ്പോൾ, മോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പാഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാര്യം ടെമ്പറലാ. अभिलाषा जो है वो तात्कालीन है. अभी इस संसार की कोई बातें, कुछ चीजें, वो अभिलाषा है जो तात्कालीन होता है. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റേണൽ ആണ്. लेकिन आस्था जो है वो अनंतता का है. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, പാഷൻ വിൽ ലീഡ് യു ടു ഡെത്ത് ആൻഡ് ഫെയ്ത്ത് വിൽ ലീഡ് യു ടു ലൈഫ്. लेकिन एक बात समझना, अभिलाषा मृत्यु की ओर अगुवाई करता है
और जो विश्वास है, आस्था है, वो जीवन की ओर अगुवाई करता है। അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന് കൃത്യമായിട്ട് പറയുന്നത്. इसीलिए गलातियों में हम पढ़ते हैं कि यीशु मसीह के साथ में क्रूस पर चढ़ाया गया हूँ। അതിന്റെ ഗലാത്യ ലേഖനം നമ്മൾ ആ ജഡത്തിന്റെ കാര്യങ്ങൾ വീണ്ടും നമ്മൾ അതിന്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ജഡത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അവിടെ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. गलातियों की पत्री 5:24 में वहां ये लिखा है, और जो मसीह यीशु के हैं उन्होंने शरीर को उसकी अभिलाषाओं लालसाओं के समेत क्रूस पर चढ़ा दिया है। അവർ ശരീരത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി അഭിലാഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുകയാണ്. अगर वो लोग अपनी लालसाओं के लिए, अभिलाषाओं के लिए जीते हैं, तो हम लोगों ने हमारे शरीर की उस लालसाओं और अभिलाषाओं को क्रूस पर चढ़ा दिया है। അതാണ് നമ്മൾ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ. और इसका मतलब है अति पवित्र विश्वास में, आस्था में हमारा निर्माण करना। അതിനകത്ത് ഡോക്ട്രിൻസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. उसमें सिद्धांत है, नहीं है ऐसा मैं नहीं कहता। പക്ഷേ ഡോക്ട്രിൻ കൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ എന്നെ തന്നെ കർത്താവിന് കൊടുക്കുന്നില്ലെങ്കിൽ, എന്നിൽ യേശു ജീവിക്കുന്നില്ലെങ്കിൽ, ഞാൻ ഡോക്ട്രിൻ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം അർത്ഥം ഉണ്ടാകുന്നില്ല. लेकिन सिर्फ सिद्धांतों से कोई लाभ नहीं। अगर मेरे अंदर यीशु नहीं है, यीशु मेरे लिए जीवित नहीं है, तो ऐसा सिद्धांत सिखाने से कोई लाभ नहीं होता। അതോട് ചേർന്ന് പറയാണ് ബിൽഡ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ പണിയണം, നിങ്ങളെ തന്നെ. और उसके साथ वहां लिखा है कि हमें अपने आप को, हमारा उन्नति करना है। അപ്പോൾ ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. तो इस मामले में मुझे कुछ करना नहीं है, ऐसे सिखाने वाले लोग हैं। അതൊക്കെ യേശു ചെയ്തോളും, എനിക്ക് പകരക്കാരനായിട്ട് യേശു എല്ലാം ചെയ്തോളും, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പഠിപ്പിക്കുന്നവരായ ആളുകളുണ്ട്. वो यीशु कर लेगा मेरे एवज में, मेरे लिए सब कुछ यीशु करेगा, ऐसे सिखाने वाले भी लोग हैं। അങ്ങനെയാണെങ്കിൽ ബിൽഡ് യുവർ സെൽഫ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. अगर ऐसा है तो अपना उन्नति करो, ऐसा लिखने का जरूरत नहीं है। കാര്യം സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമല്ല, ഇതിന് എഫർട്ട് വേണം. क्योंकि ये स्वाभाविक तौर से नहीं होता, इसके लिए हमें यत्न करना है, परिश्रम करना है। ഈ അതിവിശുദ്ധ വിശ്വാസത്തിൽ ഞാൻ എന്നെ തന്നെ പണിയുക എന്ന് പറയുന്നത് എനിക്കും കൂടെ എഫർട്ട് ഉണ്ട്. എനിക്ക് തന്നെ ദൈവം ചെയ്യും, പക്ഷെ എന്റെ എഫർട്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് ഒരു എക്സോർട്ടേഷൻ പറയുന്നത് ബിൽഡ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. अति पवित्र विश्वास में मेरी उन्नति पाना, मैं अपने आप को, मुझे ये करना है, परमेश्वर जरूर मेरी मदद करेगा, लेकिन इसके पीछे एक परिश्रम है, हमें यत्न करना है। അവര് പാഷൻസിനെ അനുസരിച്ച് നടക്കുന്ന ലൗകികന്മാരാണ്. ഞാൻ അങ്ങനെയല്ല. ഇറ്റേണിറ്റി ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. वो लोग अभिलाषाओं और लालसाओं के पीछे, संसारिक बातों के पीछे चलने वाले लोग हैं। हम ऐसे नहीं, अनंतता को यहाँ पर अनुभव करने वाले लोग हैं हम। ലോകത്തിൽ ലൗകികനായി ജീവിക്കാൻ വലിയ എഫർട്ട് ഒന്നും വേണ്ട. संसार में संसारिक होकर जीने के लिए ज्यादा मुश्किल या यत्न करने की जरूरत नहीं है। എന്നാൽ ലോകത്തിൽ ആത്മീകനായി ജീവിക്കണമെങ്കിൽ നല്ല എഫർട്ട് വേണം. लेकिन संसार में हमें स्वर्गीय होकर जीना है, तो उसमें बहुत प्रयास करना है। സ്വർഗത്തിന്റെ ജീവിതം ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ അത് സ്വാഭാവികമായി നടക്കുമെന്ന് ചിന്തിക്കരുത്. अभी स्वर्ग का जीवन संसार में जीना है, तो ये अपने आप या स्वाभाविक तरीके से हो जाएगा, ऐसा नहीं सोचना। നരകത്തിൽ പോകാൻ പ്രത്യേകിച്ച് വലിയ എഫർട്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. नरक में जाने के लिए कोई प्रयास करने का जरूरत नहीं, वो सरल है। പണ്ട് DL മൂടി വഴി നടന്നു പോകുമ്പോൾ കുതിരപ്പുറത്ത് ഒരു ചെറുക്കൻ വന്നിട്ട് ചോദിച്ചു, മിസ്റ്റർ മൂടി, എനിക്ക് നരകത്തിലേക്കുള്ള വഴി പറഞ്ഞു തരണമെന്ന്. एक बार DL मूडी जब चल रहा था, एक लड़का जो है घुड़सवारी कर आया और पूछा, अगर नरक में जाना है तो मुझे क्या करना है? DL മൂടി പറഞ്ഞു, എന്തിനാ മോനെ നരകത്തിൽ പോകുന്നത്? നീ നരകത്തിൽ പോകാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരികയാണ് എന്റെ ജോലി. तो DL मूडी ने जवाब दिया कि बेटा, क्यों तुम्हें नरक में जाना है? स्वर्ग में जाने का मार्ग मैं तुम्हें बताता हूँ, यही मेरा काम है। അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലൊന്നും പോകണം, എനിക്ക് നരകത്തിൽ പോയാൽ മതി, നരകത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? तो उसने कहा, मुझे स्वर्ग में नहीं जाना, मुझे नरक में जाना है, नरक में जाने का मार्ग बताओ। ഈ മക്കളെ, നരകം വളരെ
ജീവിതം തകരുന്നതാണ്, പിന്നെ നിനക്ക് തിരിച്ചു വരവില്ല, അതുകൊണ്ട് നീ നരകത്തിൽ പോകരുത്, നീ സ്വർഗത്തിൽ പോകണം, ഞാൻ സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. तो डीएल मूडी ने कहा नर्क बहुत बुरी बात है, वहां पर तू जाएगा तो वापस लौट नहीं सकता, इसलिए स्वर्ग का मार्ग मैं तुझे बताता हूँ. അവൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഇയാൾക്ക് എനിക്ക് നരകത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാമെങ്കിൽ പറഞ്ഞതാ. तो उसने कहा ये कुछ नहीं चाहिए, अगर नर्क जाने का रास्ता बता सकते हैं तो आप मुझे बता दो. അപ്പോൾ ഡിഎൽ മൂടി പറഞ്ഞു മോനെ അതിന് പ്രത്യേകിച്ച് വഴിയൊന്നും പോകണ്ട, നീ പോകുന്ന വഴിയെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. तो डीएल मूडी ने उसको उत्तर दिया कि उसके लिए कोई खास मार्ग की बात नहीं है, तू जिस मार्ग में चल रहा है उसी में चल. ഡിഎൽ മൂടി പറയുന്നത് അദ്ദേഹം നടന്നു പോകുമ്പോൾ കുതിരപ്പുറത്ത് പോയ ആ പയ്യൻ അവനൊരു ഒരു 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 പാറയുടെ ഇടുക്കിലൂടെ പോയപ്പോൾ പെട്ടെന്ന് കുതിര മറിഞ്ഞു വീണ് അവനും കുതിരയും മരിച്ചു കിടക്കുന്നതാണ്, ചത്ത് കിടക്കുന്നതാണ് ഡിഎൽ മൂടി കാണുന്നത്. और डीएल मूडी बात में जो देखा, ये घुड़सवार करने वाला नौजवान जो है वो जब वो पत्थरों के बीच में से गुजर रहा था, उनके ऊपर पत्थर गिरकर दोनों, वो घोड़ा और वो नौजवान दोनों मरे हुए उन्होंने देखा. അത് കണ്ടപ്പോൾ ഡിഎൽ മൂടി അവിടെ നിന്ന് കരഞ്ഞു. उसे देखकर डीएल मूडी रोया. മോനെ നീ നരകത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ പരിശ്രമിച്ചു. बेटा तूने नरक में जाने का मार्ग को पूछा, स्वर्ग में जाने का मार्ग बताने का मैंने कोशिश किया. എന്നാൽ നരകത്തിലേക്ക് തന്നെ പോകണമെന്ന് നീ നിർബന്ധം പിടിച്ചപ്പോൾ നീ നേരെ പോയാൽ അവിടെ തന്നെയാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. और क्योंकि तूने हट किया कि तुझे नरक में ही जाना है, तू सीधे जाएगा तो वही पहुंचेगा, ऐसा मैंने तुझे बताया. മോനെ നരകം ഇത്രയും അടുത്തായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചില്ല. बेटा मैंने कभी ये नहीं सोचा कि नरक इतना नजदीक होगा. നരകത്തിലേക്ക് പോകാൻ പ്രത്യേകിച്ച് എഫർട്ട് ഒന്നും വേണ്ട, പക്ഷെ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നല്ല എഫർട്ട് എടുത്തെങ്കിലേ പറ്റൂ. नरक में जाने के लिए कोई यत्न करने का, परिश्रम की कोई जरूरत नहीं है, लेकिन अगर स्वर्ग में जाना है हमें प्रयास करना है, यत्न करना है. എന്നാൽ ദൈവം ഒന്നും ചെയ്യാതിരിക്കുമൊന്നുമല്ല, നമ്മുടെ പരിശ്രമം കൊണ്ട് മാത്രം അങ്ങ് ചെല്ലുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. तो परमेश्वर कुछ नहीं करता, ऐसा भी नहीं है हम केवल हमारी कोशिश से स्वर्ग पहुंचेंगे, ऐसा नहीं है. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആദ്യം നമ്മളെ പണിയണം, രണ്ടാമത് മറ്റുള്ളവരെ പണിയണം. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവം പണിയുന്ന അവസ്ഥയും ഉണ്ട്. कल जैसे मैंने कहा, पहले हमको हमारे अपने आप का निर्माण करना है, फिर दूसरों का निर्माण करना है, लेकिन ये दोनों के साथ परमेश्वर भी अपना निर्माण को करता है. 24-ാമത്തെ വാക്യത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. यहूदा का 24वां वचन, जो तुम्हें ठोकर खाने से बचा सकता है और अपनी महिमा को भरपूरी से सामने मगन और निर्दोष करके खड़ा कर सकता है. അപ്പോൾ ദൈവം നമ്മളെ നിർത്തും, പക്ഷേ ദൈവത്തിന്റെ വഴിയെ നമ്മൾ പൊക്കോണം. तो परमेश्वर हमें खड़ा करेगा, लेकिन उसके मार्ग में हमको चलना है. നമ്മുടെ വഴിയെ അവൻ വരികയല്ല, അവന്റെ വഴിയെ നമ്മൾ പോകണം. हमारे मार्ग में वो संग नहीं आएगा, उसके मार्ग में हमें जाना है. വളരെ എഫർട്ട് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ബിൽഡിംഗ് അപ്പ് അവർ ഓൺ ഫെയ്ത്ത് എന്ന് പറയുന്നത്. और अपनी आस्था को, विश्वास को जो उत्पन्न करना है, निर्माण करना है, इसमें प्रयास लगता है, यत्न लगता है. ഇറ്റ് ഈസ് ഹോളി ഫെയ്ത്ത്. वो पवित्र विश्वास है. ഹോളിനെസ് ഈസ് നോട്ട് എഫർട്ട്ലെസ്. വിശുദ്ധി എന്ന് പറയുന്നത് സ്വാഭാവികമായി വന്നു കയറുന്ന കാര്യമൊന്നുമല്ല, വളരെ പരിശ്രമം അത്യാവശ്യമാണ്. और पवित्रता जो है वो सरल नहीं है, वो स्वाभाविक रीति से नहीं होता, उसके लिए यत्न करना है, प्रयास करना है. എന്നാൽ അത് നമ്മളുടെ പരിശ്രമം കൊണ്ട് വിശുദ്ധി ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് ആരും ചിന്തിക്കണ്ട. लेकिन कोई ये नहीं सोचना कि अपनी कोशिशों से हम पवित्रता को उत्पन्न करते हैं. ഊന്നുവടിയും കൊണ്ട് നടക്കുന്നതിന് പരിശ്രമം ആവശ്യമുണ്ട്, പക്ഷേ സ്ട്രെച്ചറിൽ കിടക്കുന്നവനെ എവിടെ കൊണ്ടുപോകണമെന്നുള്ളത് സ്ട്രെച്ചർ ഉന്തുന്നവനാ തീരുമാനിക്കുന്നത്. बैसाखी पे मदद से चलने वाला जो है वो अपनी मर्जी से बैसाखी को लेकर मदद से चलता है, लेकिन जो स्ट्रक्चर में है वो निर्णय नहीं कर सकता, जो उसके अगुवाई है वो निर्णय करते हैं कहाँ उसको ले जाना है. പക്ഷെ സ്ട്രെച്ചറെ കിടന്നോണം, लेकिन स्ट्रक्चर में लेटना, സ്ട്രെച്ചറെ നടക്കരുത്. स्ट्रक्चर में चलना नहीं. പലരുടെയും പ്രശ്നം സ്ട്രെച്ചറെ കയറിയാലും അതിലേക്കൂടെ നടക്കാൻ തുടങ്ങും. बहुत से लोगों की समस्या है, स्ट्रक्चर में है लेकिन उस पर भी चलने की कोशिश करते हैं. പക്ഷെ സ്ട്രെച്ചറിൽ കിടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷനാ. स्ट्रक्चर में सोना या लेटना ये हमारा निर्णय है. ഫെയ്ത്ത് എന്ന് പറയുന്നത് വി ആർ സറണ്ടറിങ് അവർസെൽസ് ടു ഗോഡ്. और आस्था का मतलब है हमारा आत्मसमर्पण जो परमेश्वर को हम करते हैं.
കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഹോളിനെസ്സിന് വേണ്ടിയാണ്. परमेश्वर हमको पवित्रता के लिए बुलाते हैं, അതിന് ദൈവം നമ്മളെ സഹായിക്കും. उसके लिए परमेश्वर हमारी मदद करेगा, പക്ഷെ അത് നമ്മൾ ഏറ്റെടുക്കണം. ആ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണം. लेकिन उसे हमको अपनाना है, ग्रहण करना है, उस पवित्रता में हमको जीना है. ആ വിശുദ്ധ ജീവിതം നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ ഓരോ മൊമെന്റിലും ആ യേശുവിനെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് വിശ്വാസത്താൽ നമ്മൾ നടക്കണം. उस पवित्रता में अगर चलना है तो हर एक क्षण में यीशु मसीह हमारा सच बनते हुए उस पवित्रता में हमें चलना है. Every moment you need to experience the presence of God, a holy God in our life. हर पल वो परमेश्वर को हमारे जीवन में हमें अनुभव करना है जो पवित्र परमेश्वर है. ആ വിശുദ്ധ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. उस पवित्र परमेश्वर के संग जब हम चलेंगे तब हम पवित्र बनेंगे. അല്ലാതെ അവനെ ഇട്ടേച്ച് നമ്മൾ നമ്മുടെ വഴി പോയാൽ നമുക്ക് ഒരിക്കലും വിശുദ്ധരായി ജീവിക്കാൻ കഴിയില്ല. उसके एवज में परमेश्वर को छोड़कर अगर हम हमारी मार्ग में चलेंगे तो कभी भी हम उस पवित्रता को नहीं पाएंगे. അതുകൊണ്ട് വിശ്വാസത്താൽ നമ്മൾ എപ്പോഴും അവന്റെ കൂടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. इसलिए विश्वास के साथ, आस्था के साथ हमेशा इसका पुष्टिकरण करना कि मैं परमेश्वर के साथ चल रहा हूं. നമുക്ക് ഈ വിശുദ്ധ ദൈവത്തിങ്കലേക്ക് പ്രവേശനം ലഭിച്ചത് നമ്മുടെ എഫർട്ട് കൊണ്ടല്ല. और इस पवित्र परमेश्वर के और जो पहुंच हमको मिला है वो हमारी प्रयास से नहीं. നമ്മൾ ഒരു രീതിയിലും ഒന്നും ചെയ്തത് കൊണ്ടല്ല ഈ വിശുദ്ധ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചത്. किसी भी रीति से हमने कुछ किया इस कारण हमको पवित्र परमेश्वर की उपस्थिति में प्रवेश नहीं मिला. അത് മുഴുവനും ചെയ്തത് യേശുവാ. ये सब यीशु ने किया. റോമാലേഖനം 5-ാം അധ്യായത്തിൽ അതിന്റെ 1-2 വാക്യങ്ങൾ. रोमर की पत्री 5वां अध्याय उसका पहला और दूसरा वचन. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. सो जब हम विश्वास से धर्मी ठहरे तो अपने प्रभु यीशु मसीह के द्वारा परमेश्वर के साथ मेल रखा. 2-ാമത്തെ വാക്യത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. और दूसरे वचन में लिखा है जिसके द्वारा विश्वास के कारण उस अनुग्रह तक जिसमें हम बने हैं हमारी पहुंच भी है और परमेश्वर की महिमा की आशा और घमंड करें. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചത് യേശുക്രിസ്തു നമ്മളെ നീതീകരിച്ചതുകൊണ്ടാണ്. उस परमेश्वर के उपस्थिति में हमें प्रवेश इसलिए मिला क्योंकि यीशु मसीह ने हमें धर्मी ठहराया. എന്നാൽ നമ്മൾ അവിടെ നിൽക്കുക എന്ന് പറയുന്നത്, അവിടെ റിമെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ടിയുള്ള എഫേർട്ട് എടുത്താലേ പറ്റൂ. लेकिन हमें वहां स्थायी होना, वहां पर खड़ा होना, उसके लिए हमको प्रयास करना है, यत्न करना है. വിശുദ്ധ ദൈവവുമായി യേശു നമ്മളെ യോജിപ്പിച്ചു. പക്ഷേ ആ വിശുദ്ധ ദൈവത്തെ ഇട്ടേച്ചു പോകരുത്. पवित्र परमेश्वर के साथ मेल मिलाप यीशु मसीह ने हमारा किया. अब उस पवित्र परमेश्वर को छोड़कर नहीं भागना. റിമെയിൻ ദെയർ ഓൾ ദ ടൈം. हर समय वहीं पर रहना. എവറി മൊമെന്റ് എപ്പോഴും ആ ദൈവ സാന്നിധ്യത്തിൽ വിശ്വാസത്താൽ നമ്മൾ നിലനിൽക്കണം. हर पल विश्वास के साथ, आस्था के साथ उसी परमेश्वर में हमको रहना है. അതിനൊന്നും ചെയ്യാനില്ലെന്നല്ല, അതിനുവേണ്ടി നന്നായിട്ട് സ്ട്രൈവ് ചെയ്യണമെന്ന് തന്നെയാ വേദോസം പഠിപ്പിക്കുന്നത്. उसके लिए कुछ नहीं करना ऐसा नहीं, पवित्र कलाम सिखाता है हमें उसके लिए यत्न करना है. 1 തിമോത്തിയോസിന്റെ ലേഖനത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു ഭാഗം അതിന്റെ 4-ാം അധ്യായത്തിലുണ്ട്. पहले तिमोथियुस में एक भाग है उसके 4थे अध्याय में. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. क्योंकि हम परिश्रम और यत्न इसीलिए करते हैं कि हमारी आशा उस जीवित परमेश्वर पर है जो सब मनुष्यों का और नीच करके विश्वासियों का उद्धार करता है. അപ്പോൾ വി നീഡ് ടു ലേബർ ആൻഡ് സ്ട്രൈവ്. അല്ലാതെ എല്ലാം ദൈവം ചെയ്തോളും എന്ന് പറഞ്ഞ് പാസീവായിട്ടിരിക്കുകയല്ല. तो हमें परिश्रम और यत्न करना है, हमें खाली नहीं बैठना.
ഇത് നമ്മൾ വിശ്വാസികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാ പൗലോസ് പറയുന്നത് 11ാമത്തെ വാക്യത്തിൽ. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. और ये विश्वासियों को सिखाना है, ऐसा पौलुस कहता है 11वें आयत में, इन बातों की आज्ञा कर और सिखाता रहे. 12ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. എഫർട്ടാണ്. 12वें आयत में लिखा है, कोई तेरी जवानी को तुच्छ न समझते पाए, पर वचन और चाल चलन और प्रेम और विश्वास और पवित्रता में विश्वासियों के लिए आदर्श बन जा. और इसके लिए परिश्रम लगता है, यत्न करना है. എല്ലാം ദൈവം ചെയ്തോളുമെന്നല്ല. അവിടെ 13ാമത്തെ വാക്യത്തിൽ ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശവും എന്നിവയിൽ ശ്രദ്ധിക്കുക. ഡിവോട്ട് യുവർ സെൽഫ്. तब परमेश्वर करेगा, ऐसा नहीं. 13वें आयत में लिखा है, जब तक मैं ना आऊं तब तक पढ़ने और उपदेश और सिखाना में लोलीन रहे. എന്ന് തന്നെയല്ല, നിനക്ക് ലഭിച്ച കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. इतना ही नहीं, 14वां आयत में लिखा है, उस वरदान से जो तुझ में है और भविष्यवाणी के द्वारा प्राचीनों के हाथ रखते समय तुझे मिला था, निश्चिंत मत रहे. അത് അപ്പോൾ അതിനകത്ത് കൃപാവരങ്ങൾ അത്യാവശ്യമാണ്. ഇത് നിലനിർത്താനായിട്ട് കൃപാവരങ്ങളും ആവശ്യമാണ്. तो इसको स्थायी रखने के लिए वरदान भी जरूरी है. 16ാമത്തെ വാക്യത്തിൽ നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. 16वें आयत में लिखा है, इन बातों पर स्थिर रहे, क्योंकि यदि ऐसा करता रहेगा तो तू अपने और अपने सुनने वालों के लिए भी उद्धार का कारण होगा. അപ്പൊ അതിനകത്തൊക്കെ എഫർട്ട് ആവശ്യമുണ്ടെന്നുള്ളതാണ്. ബിൽഡ് യുവർ സെൽഫ് ഇൻ ദ ഹോളി ഫെയ്ത്ത്. तो इनमें सब यत्न और परिश्रम जरूरी है. उस पवित्र विश्वास में हमको उन्नति और निर्माण करना है. അങ്ങനെ ബിൽഡ് ചെയ്താൽ പരിഹാസികൾ വന്നാലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. और ऐसा अगर तू अपना निर्माण करता है तो टट्टा करने वाला आए तो भी तू वहां पर दृढ़ खड़ा होगा. പ്രലോഭനങ്ങൾ വന്നാലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ വിശ്വാസത്തിൽ, ദൈവബന്ധത്തിൽ നമ്മളെ തന്നെ പണിയണം. प्रलोभन के बीच में भी अगर हमको खड़ा होना है तो विश्वास में, आस्था में, परमेश्वर में हमें अपना निर्माण करना है. പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ വരുന്നു, ചിലപ്പോൾ പീഡിപ്പിക്കുവാൻ വരുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം, അതായത് പ്രലോഭനങ്ങളിലും പരിശോധനകളിലും നിലനിൽക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ ബിൽഡ് ചെയ്തേ പറ്റുള്ളൂ. शैतान हमें परखने के लिए, हमें सताने के लिए, प्रलोभन में गिराने के लिए आता है, लेकिन इन तमाम बातों में अगर हमको दृढ़ खड़ा होना है तो उस अति पवित्र विश्वास, उस आस्था में हमें अपने आप को निर्माण करना है, उसके लिए परिश्रम करना है. നമ്മുടെ പഴയ നിയമത്തിലെ പല വിശുദ്ധന്മാരും പിടിച്ചു നിന്നത് അവരുടെ വിശ്വാസത്തിൽ അവരെ തന്നെ പണിതവരായതുകൊണ്ടാണ്. पुराना नियम के बहुत से भक्त लोग वो खड़े हो पाए क्योंकि अपने विश्वास में, आस्था में उन लोगों ने उनका निर्माण किया. യോസഫിന് പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ അവൻ വീണുപോയില്ല. കാരണം അവന്റെ ഫെയ്ത്തിൽ അവനെ തന്നെ ബിൽഡ് ചെയ്തവനായിരുന്നു. यूसुफ के जीवन में जब प्रलोभन आया तो उसमें वो गिरा नहीं, क्योंकि अपनी आस्था में उसने अपनी उन्नति किया था. അവന്റെ യജമാനന്റെ ഭാര്യ അവനുമായി അവിഹിതമായ ബന്ധത്തിൽ വരുവാൻ അവനെ പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ ചോദിക്കുന്നത് നോ വേ, കാരണം എനിക്ക് എന്റെ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്യാൻ കഴിയില്ല. उसका स्वामी की पत्नी जब उसके साथ व्यभिचार करने की बात करती है तो वो कहता है कदापि नहीं, मेरे परमेश्वर के खिलाफ मैं पाप नहीं कर सकता. പ്രലോഭനങ്ങൾ പോലെ തന്നെയാണ് പരിശോധനകളും. और इसी प्रलोभन के तरह ही है परीक्षा या परखे जाना. ഇയ്യോബിന്റെ ജീവിതത്തിൽ അവന് സകലതും നഷ്ടപ്പെട്ടതായ സമയത്ത്, आयुब के जीवन में जब सब कुछ नष्ट हो गया, അവന്റെ മക്കൾ എല്ലാവരും മരിച്ചു കിടക്കുന്നതായ സാഹചര്യത്തിൽ, और उसके सारे बच्चे जब मरे हुए थे, അത്രയും വലിയൊരു ദുരന്തം സ്വാഭാവികമായി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. इतनी बड़ी एक परेशानी या क्लेश हम में से किसी के जीवन में नहीं आया. നമ്മളൊരു വീട്ടിൽ 2 പേര് മരിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു വീട്ടിൽ 10 പേര് ഒരുമിച്ച് ഒരു ദിവസം മരിക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. एक घर में 2 लोग की मृत्यु हुआ हमने सुना है, लेकिन एक ही घर में 10 लोग मरे हुए ऐसा कभी सुना है? सोच लीजिए कैसा हालत होगा.
അങ്ങനെ 10 ശവപ്പെട്ടി ഇരിക്കുന്ന വീട്ടിൽ നിന്നുകൊണ്ട് അവിടെ യോ പറയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. और ऐसा 10 ताबूत जिस घर में रखा है, उस घर में आयुब कहता है, परमेश्वर ने दिया, परमेश्वर ने लिया, परमेश्वर की नाम की महिमा हो। എങ്ങനെ അത് പറയാൻ കഴിയുന്നത്? वो कैसे ऐसा कह सकता है? അവന്റെ വിശ്വാസത്തിൽ അവൻ അവനെ തന്നെ ബിൽഡ് ചെയ്തത് കൊണ്ടാണ്. उसके विश्वास में, उस आस्था में उसने उसका उन्नति पाया था। അതിലൊന്നിലും ഇയ്യോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല എന്നാണ് പറയുന്നത്. इनमें उस किसी भी बातों में आयुब ने अपनी जुबान से पाप नहीं किया, ऐसा कलाम में लिखा है। അതുകൊണ്ട് ബോധപൂർവമായി നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ തന്നെ പണിയേണ്ടത് അനിവാര്യമാണ്. इसलिए हमारे विवेक में, हमारी समझ में अपने आप को विश्वास में निर्माण करना अनिवार्य है। അതേപോലെ ദാനിയേലിന്റെ പ്രവചനത്തിൽ 3 എബ്രായ ബാലന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുന്നു. इसी तरह दानियल की किताब में 3 इब्रानी नौजवानों के बारे में हम पढ़ते हैं। ഹനനയ, മിശായേൽ, അസറയ. हननिया, मिशाएल, अजरिया। അവരെന്താ പറയുന്നത്? वो क्या कहते हैं? രാജാവേ, ഞങ്ങള് തീയിൽ വീഴണോ വീഴണ്ട എന്നുള്ളതൊന്നും നീ അല്ല തീരുമാനിക്കുന്നത്, അത് ഞങ്ങളുടെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. हे राजा, हम आग में गिरे या ना गिरे ये तू निर्णय नहीं करता, हमारा परमेश्वर उसका निर्णय करता है। ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. हमें बचाने के लिए हमारा परमेश्वर सामर्थी है। പക്ഷെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കരയുന്നൊന്നുമില്ല. लेकिन हमें बचाओ, हमें छुड़ाओ ऐसा कह के हम रोने वाले नहीं है। ഇനി തീക്കകത്ത് ഞങ്ങൾ നശിച്ചു പോയ, തീക്കകത്ത് ഞങ്ങൾ കരിഞ്ഞു പോയാലും, अब आग के अंदर अगर हम झुलस भी जाए, നീ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. तूने खड़ा किया हुआ इस मूर्ति की हम नबूदा नहीं करेंगे। ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അതാണ് ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ് ഇൻ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. समझ रहे हो ना मैं क्या कह रहा हूँ? इसी को हमारे अति पवित्र उस विश्वास में उन्नति करना, निर्माण करना कहते हैं। നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പണിത് കഴിഞ്ഞാൽ പ്രലോഭനങ്ങൾക്കോ പരിശോധനകൾക്കോ നിങ്ങളെ സ്പർശിക്കാൻ കഴിയുകയില്ല. अति पवित्र विश्वास में अगर हम हमारी उन्नति करते हैं तो प्रलोभन हो या परखे जाने की बात हो, हम कभी भी वहां गिरेंगे नहीं। ഇനി അടുത്ത ഡിസിപ്ലിൻ എന്ന് നമ്മൾ കാണുന്നത് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതാണ്. अब अगला अनुशासन जो हम देखते हैं, वो जो दूसरा मुद्दा है, पवित्र आत्मा में प्रार्थना करना। നമ്മള് 20ാമത്തെ വാക്യത്തിൽ, യൂദായുടെ ലേഖനത്തിന്റെ 20ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് അതാണ്. और यूदा की पत्री में 20वें आयत में हमने इसी को देखा। നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. पर हे प्रियो, तुम अपने अति पवित्र विश्वास में अपनी उन्नति करने हुए और पवित्र आत्मा में प्रार्थना करते हुए। അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്നതായ കാര്യമാണ്. तो पवित्र आत्मा में प्रार्थना करना जो है, उसके साथ जुड़ा हुआ एक बात है। അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര പരിശ്രമിച്ച് ഇതെല്ലാം ചെയ്താലും ആത്യന്തികമായി നമ്മളെ നിലനിർത്തുവാൻ ദൈവത്തിനാണ് കഴിയുന്നത്. उसका मतलब हम कितने भी कोशिश और यत्न क्यों न किया जाए, वास्तविकता में हमें इसमें खड़ा केवल परमेश्वर कर सकता है। ജീവിതത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു ഡിസിപ്ലിൻ അല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. हमारे जीवन में एक क्षण के लिए भी इस अनुशासन जो प्रार्थना है, उसको हम अलग नहीं रख सकते। ഉപവാസം ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണ്, പക്ഷേ എല്ലാ ദിവസവും കൂടെ ഉപവാസം എടുക്കണമെന്ന് നമ്മൾ ആരും പറയത്തില്ലല്ലോ. उपवास जो है एक आत्मिक अनुशासन है, लेकिन हर रोज उपवास करे ऐसा तो कोई नहीं कहता। പക്ഷേ പ്രാർത്ഥന നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ ആണ്. लेकिन प्रार्थना जो है हम अलग नहीं कर सकते, ऐसा एक आत्मिक अनुशासन है। ഒന്നാമത്തെ കാര്യം, ഈ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രാർത്ഥന നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ നിസ്സഹായരാണ് എന്നുള്ളതാണ്. प्रार्थना का प्राथमिक बात है या सबसे अहम बात जो हमें याद दिलाता है कि हम बेबस है, हम कमजोर है। നമുക്ക് കഴിയുമായിരുന്നെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. क्योंकि अगर हमसे बन पड़ता तो हमें प्रार्थना की जरूरत नहीं है। ആത്മീക ജീവിതം എന്ന് പറയുന്നത്
നമ്മളുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിലുള്ള ആശ്രയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. आत्मिक जीवन जो है हमारी हुनर के आधार पर नहीं बल्कि आत्मिक जीवन के अनुसार होता है। അടിസ്ഥാനപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ദൈവത്തോട് പറയുകയാണ്, കർത്താവേ ഞാൻ നിസ്സഹായനാണ്, നീയേ ഉള്ളൂ എനിക്ക് സഹായകനായിട്ടുള്ളതെന്ന് പറയുകയാണ്. बुनियादी तौर पर हम जब प्रार्थना करते हैं तो परमेश्वर से कहते हैं, परमेश्वर मैं बेबस हूँ, मैं मजबूर हूँ और मैं तेरे पास मदद के लिए आता हूँ। പ്രാർത്ഥിക്കുന്നവൻ വിനയമുള്ളവനും പ്രാർത്ഥിക്കാത്തവൻ അഹങ്കാരിയുമാണ്. प्रार्थना करने वाला नम्र व्यक्ति और प्रार्थना न करने वाला घमंडी है। പ്രാർത്ഥിക്കുന്നവൻ യാഥാർത്ഥ്യബോധമുള്ളവനാണ്, പ്രാർത്ഥിക്കാത്തവൻ യാഥാർത്ഥ്യബോധമുള്ളവനല്ല. प्रार्थना करने वाला सच्चाई से वाकिफ है, जो प्रार्थना नहीं करता वो सच्चाई से अवगत नहीं। കാരണം നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയെ കാണുന്നവനാണ് പ്രാർത്ഥിക്കുന്നത്, കാണാത്തവൻ പ്രാർത്ഥിക്കത്തില്ല. क्योंकि हमारे सामने जो मुश्किलात को देखता है वो प्रार्थना करता है, जो मुश्किल को नहीं देखता वो प्रार्थना नहीं करेगा। പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കാത്തത് അവര് കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. कई बार लोग प्रार्थना इसलिए नहीं करते क्योंकि जिस अवस्था से वो गुजर रहे हैं उसके बारे में उनको जानकारी नहीं। ഇവിടെ യൂദ പറയുന്നത് നമ്മൾ വളരെ അലേർട്ട് ആയിരിക്കണം. ഒന്നാമത് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. यहाँ पर यूदा कहता है कि हमें बहुत जागरूक रहना है, सावधान रहना है, हमारे अति पवित्र विश्वास को, आस्था को हमें संभाले रखना है। കാരണം നമുക്ക് മുമ്പിൽ വലിയൊരു പോരാട്ടം അനിവാര്യമായി വരുന്ന ഒരു സാഹചര്യമാണ്. क्योंकि हमारे सामने एक बहुत बड़ी लड़ाई आने वाली है और वो अनिवार्य है। പോരാട്ടം ശാരീരിക പോരാട്ടമല്ല. ഈ ലോകത്തിൽ ആത്മികരായി ജീവിക്കണമെങ്കിൽ വലിയ പോരാട്ടം അനിവാര്യമാണ്. और वो लड़ाई शारीरिक लड़ाई नहीं है, इस संसार में आत्मिक होकर अगर हमको जीना है तो बहुत बड़ा ही लड़ाई लड़ना है। നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഇന്നത്തെ ഒരു വലിയ പ്രശ്നം പലരുടെ വിശ്വാസവും വിശുദ്ധ വിശ്വാസമല്ല. അതാണ് അവിശുദ്ധ വിശ്വാസത്തെ അകത്ത് കടത്തുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുന്നുണ്ട്. अति पवित्र विश्वास को हमें खड़ा करना है, लेकिन आज की समस्या यह है कई लोगों का विश्वास पवित्र नहीं है, ऐसे अपवित्र विश्वास जो है वो अंदर घुस गया है। ഇന്നത്തെ പല ആളുകളും പ്രത്യേകിച്ച് ഈ പ്രോസ്പെരിറ്റി പഠിപ്പിക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന വിശ്വാസം എന്ന് പറയുന്നത് അതിവിശുദ്ധ വിശ്വാസമല്ല, അവിശുദ്ധ വിശ്വാസമാണ്. तो आज के कई बार जो प्रचारक है जो समृद्धि के बारे में प्रचार करते हैं वो लोग पवित्र विश्वास नहीं अपवित्र विश्वास के बारे में प्रचार करते हैं, उसे ले आते हैं। ദൈവത്തിന് ആകെ ഒരു പണിയേ ഉള്ളൂ, നിങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ തരിക, അതിങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും, നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് മാത്രം പഠിപ്പിക്കുന്നവരാണ് ഇന്ന് കൂടുതൽ പ്രസംഗകർ. परमेश्वर का एक ही काम है, तुम्हें उन्नति देना, बरकत देना, समृद्धि देना, वो परमेश्वर देता रहेगा, तुम्हें केवल स्वीकार करते रहना है। ऐसे सिखाने वाले अधिकांश प्रचारक हैं आज के जमाने में। നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന എത്ര പ്രസംഗകരുണ്ടെന്ന്. तुम्हें कैसे जीवन को बिताना है ये सिखाने वाले कितने प्रचारक हैं। വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കുന്ന എത്ര പ്രസംഗകരുണ്ട്. पवित्रता के बारे में प्रचार करने वाले कितने सेवक हैं। ഇന്നലെ നമ്മൾ കണ്ട ഒരു വാക്യം, കർത്താവ് പറഞ്ഞു അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. कल हमने एक वचन देखा जहां पर यीशु मसीह ने कहा जो अंत तक स्थायी रहेगा वो उद्धार पाएगा। പക്ഷേ ഈ വാക്യം ഏതെങ്കിലും ഒരു ക്രൂസൈഡ് പ്രീച്ചർ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? लेकिन किसी भी धर्म युद्ध में, किसी भी ऐसे महायोग में इस बात को प्रचार किया ऐसा आपने सुना है? ഒരു പോപ്പുലർ പ്രീച്ചർ പ്രസംഗിച്ചത് ഞാൻ ആരെയും പാപി എന്ന് വിളിക്കത്തില്ല എന്നാണ്. एक लोकप्रिय प्रचारक ने एक बार ऐसा प्रचार किया, मैं किसी को पापी नहीं बुलाता। പാപി എന്നൊക്കെ വിളിക്കുന്നത് മോശയുടെ ജോലിയായി, എന്റെ ജോലിയല്ല. ദൈവം എന്നോട് പറഞ്ഞു മോശയെ പ്രസംഗിക്കണ്ടെന്ന്. पापी बुलाना मूसा का काम है, परमेश्वर ने मुझसे कहा मूसा का प्रचार नहीं करो। എനിക്ക് മനസ്സിലായില്ല ഏത് യേശു ദൈവം എന്നല്ല പറഞ്ഞത്, യേശു എന്നോട് പറഞ്ഞു മോശയെ പ്രസംഗിക്കണ്ടെന്ന്. और परमेश्वर नहीं बोला, उसने कहा यीशु ने मुझसे कहा कि मूसा का प्रचार नहीं करना। യേശു പറഞ്ഞു പരീശന്മാരും ശാസ്ത്രിമാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, അവർ പറയുന്നത് കേൾക്കണം, അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുതെന്നാ കർത്താവ് പറഞ്ഞത്. मूसा के बारे में यीशु मसीह ने कहा फरीसी और सदूकी जो है मूसा के उस सिंहासन पर बैठे हैं, जो वो करते हैं वो तुमको करना है, वो सुनना है, ऐसा यीशु ने कहा।
അപ്പൊ യേശു പറഞ്ഞു മോശയെ കേൾക്കണമെന്ന്. तो यीशु मसीह ने कहा मूसा का सुनना, ഇങ്ങേര് പറഞ്ഞു യേശു എന്നോട് പറഞ്ഞു മോശയെ പ്രസംഗിക്കണ്ടെന്ന്. और ये प्रचारक कहता है कि यीशु ने मुझसे कहा मूसा का प्रचार नहीं करना। അപ്പൊ എന്റെ സംശയം ഏത് യേശുവാ ഇങ്ങേരുടെ അടുത്ത് വന്നതെന്ന്. तो मेरा शक ये हुआ कि कौन सा यीशु इसके पास आया, കാരണം വേദപുസ്തകത്തിലെ യേശു പറഞ്ഞത് മോശയെ പ്രസംഗിക്കണം അല്ലെങ്കിൽ മോശയെ ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്. क्योंकि पवित्र कलाम का यीशु ने कहा मूसा को ध्यान देना, मूसा की प्रचार को सुनना। പക്ഷെ ഇങ്ങനെ പറയുന്നത് മോശയെ പ്രസംഗിക്കണമെന്ന് യേശു എന്ന് പറഞ്ഞെന്ന്. അപ്പൊ അത് വേറെ യേശു ആയിരിക്കും, എനിക്കറിയത്തില്ല. എനിക്ക് പരിചയമുള്ള യേശു വേദപുസ്തകത്തിലെ യേശുവാ. എന്താണെങ്കിലും വേദപുസ്തകത്തിലെ യേശു എന്ന് പറയത്തില്ല. लेकिन ये प्रचारक कहता है कि यीशु ने मुझसे कहा कि मूसा का प्रचार नहीं करना, ये कलाम का यीशु को मैं जानता हूँ, ये यीशु तो कोई और ही होगा, क्योंकि ये यीशु ऐसा बोला होगा, तो वो कलाम का यीशु नहीं है। വിശുദ്ധിയെ കുറിച്ച് ഒരു വാക്ക് പോലും ഇവരാരും പറയത്തില്ല. पवित्रताई के बारे में, शुद्धिकरण के बारे में एक लफ्ज भी ये लोग नहीं कहते। പറയുന്നതെല്ലാം നീ എന്തോ കാണിച്ചാലും കുഴപ്പമില്ല, നിന്നെ അനുഗ്രഹിക്കാനായിട്ട് യേശു വന്നിരിക്കുകയാണെന്ന്. जो कहते हैं, प्रचार यही करते हैं, तू कुछ भी कर, कोई बात नहीं, तुझे आशीष देने के लिए यीशु आज हमारे बीच में है। കോവിഡ് വരുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു നിന്റെ വല കീറുമാറാകുവോളം നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ് 2020. कोविड आने से पहले 2020 में इसने ऐसा प्रचार किया कि तेरा जाल फट जाए, इस तरह से प्रभु तुझे आशीष देने वाला है। ഇപ്പൊ പിന്നെ ആ പ്രസംഗം ഒന്നും കേൾക്കുന്നില്ല. अब वो प्रचार सुनाई नहीं देता। 2020 മിക്കവാറും എല്ലാവരുടെയും വല കീറി. 2020 में लगभग सब लोगों का जाल फट गया। അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതിവിശുദ്ധ വിശ്വാസമാണ്. तो मैं जो कहना चाहता हूँ, परमेश्वर जो सिखाता है वो अति पवित्र विश्वास है। അല്ലാതെ ഞാൻ ആരെയും പാപി എന്ന് വിളിക്കയില്ല എന്ന് പറയുന്ന പ്രസംഗമല്ല വേദപുസ്തകത്തിന്റെ വിശ്വാസം. मैं किसी को पापी नहीं बुलाऊंगा, ऐसा प्रचार करने वाला विश्वास नहीं है पवित्र कलाम का विश्वास। ഇവർക്ക് ദൈവവചനം അറിയാൻ വയ്യാത്തതിന്റെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. परमेश्वर का कलाम को ये नहीं जानते, इसका बहुत समस्या है। അവർ പറയുന്നത് രോഗമുണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. वो कहते हैं कि बीमारी नहीं होगा। ഈ രോഗമുണ്ടാകുന്നത് ശാപത്തിന്റെ ഫലമാണ്, അതുകൊണ്ട് രോഗമുണ്ടാവുകയില്ല, വിശ്വാസികൾക്ക് രോഗം ഉണ്ടാകത്തില്ലെന്ന്. और बीमारी जो है वो श्राप की वजह से होता है, इसलिए विश्वासी गण को कभी बीमार नहीं हो सकता। ഇവരുടെ വീടൊന്ന് പരിശോധിച്ചാൽ അത് മുഴുവൻ മരുന്നായിരിക്കും. और इनके घर को अगर आप जांचेंगे, टटोलेंगे, तो पूरा दवाई से भरा होगा। പാവങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറി അതും ഇതുമൊക്കെ പറയും. गरीब लोगों को फंसाने के लिए कोई भी प्लेटफॉर्म में खड़े होकर कुछ भी कह देते हैं। എന്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. मेरे प्रिय लोगों, परमेश्वर का कलाम जो कहता है केवल उसी पर विश्वास करना। അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത്. अति पवित्र विश्वास के लिए हमको यत्न करना है। ആ അതിവിശുദ്ധ വിശ്വാസത്തിലാണ് നമ്മൾ നമ്മളെ തന്നെ പണിയേണ്ടത്. और उस अति पवित्र विश्वास में हमें हमारा उन्नति करना है। അത് നമ്മൾ അതിനുള്ള എഫേർട്ട് എടുത്താലേ പറ്റുള്ളൂ. और उसका प्रयास हमको लेना जरूरी है। എന്നാൽ നമ്മുടെ എഫേർട്ട് കൊണ്ട് മാത്രം അത് നടക്കത്തില്ല. लेकिन केवल हमारे प्रयास से ये नहीं हो सकता। അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കണം. इसीलिए हमें हमेशा आत्मा में प्रार्थना करना है। പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ് അത് വളരെ പ്രസക്തമായ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. पवित्र आत्मा में प्रार्थना करना बहुत ही एक गंभीर बात है, ऐसा हमको समझना है। ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പോരാട്ടമാണ്. मैंने कहा ना, ये एक लड़ाई है। ഇസ്രായേൽ മക്കളുടെ കാലയളവിൽ പോലും പോരാട്ടത്തിന്റെ സമയങ്ങളിൽ അവർ ജയിച്ചതൊന്നും അവരുടെ ശക്തി കൊണ്ടല്ല. इस्राएल के संतानों के समय में भी हम जानते हैं बहुत से लड़ाई उन्होंने लड़ा, और कोई भी लड़ाई अपने बल से वो नहीं जीते। പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ അമാലേക്യരുമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. निर्गमन 17 में अमालेकियों के साथ जो एक लड़ाई है, उस लड़ाई का इतिहास को हम पढ़ते हैं। പുറപ്പാട് പുസ്തകം അതിന്റെ 17-ാം അധ്യായം निर्गमन 17वां अध्याय അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മുഴുവൻ വായിക്കേണ്ട, 8 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. 8 से लेके जो आयत है उसमें हम उसको देख सकते हैं। രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. तब अमालेकी आकर रफीदीम में इस्राएल से लड़ने लगे। അപ്പോൾ മോശ യോശുവയോട് നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. तब मूसा ने यहोशू से कहा,
हमारे लिए कोई एक पुरुष को चुनकर छांट ले और बाहर जाकर अमालेकियों से लड़। എന്നിട്ട് പറയുന്നത് നിനക്ക് ഇത്രയും ശക്തിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നീ ജയിച്ചോളുമെന്നല്ല. और उसके बाद ये नहीं कहता कि तेरे पास बल है इसलिए तू जीत पाएगा, നീ യുദ്ധം ചെയ്യ, तू लड़ाई कर, എന്നാൽ ഞാൻ നാളെ കുന്നിന്റെ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. और मैं कल परमेश्वर की लाठी हाथ में लिए हुए पहाड़ी की चोटी पर खड़ा रहूंगा। നോക്കുക, യുദ്ധം ചെയ്യാൻ മുന്നോട്ട് യോശുവയെ പറഞ്ഞു വിട്ടിട്ട് മോശ പർവ്വതത്തിൽ കയറി ദൈവത്തിന്റെ വടി നീട്ടിപ്പിടിച്ച് പ്രാർത്ഥനയിൽ പോരാടുകയാണ്. लड़ाई करने के लिए यहोशू को भेजकर मूसा यहाँ पर पर्वत की चोटी पे चढ़कर परमेश्वर की उस लाठी को लेकर प्रार्थना में है। അപ്പോൾ താഴ്വരയിൽ യുദ്ധമുണ്ട്, പർവ്വതത്തിലും യുദ്ധമുണ്ട്. तो घाटी में भी लड़ाई है, पर्वत में भी लड़ाई है। ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ये कई बार हम भूल जाते हैं। താഴ്വരയിൽ യുദ്ധമുണ്ട്, घाटी में लड़ाई है, പക്ഷെ താഴ്വരയിലെ യുദ്ധം ജയിക്കുന്നതോ തോൽക്കുന്നതോ പർവ്വതത്തിലെ യുദ്ധത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ്. लेकिन घाटी में जो लड़ाई है उसकी जीतना और हारना पर्वत की जो लड़ाई है उसके आधार पर है। 10ാമത്തെ വാക്യത്തിൽ മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലോക്കിനോട് പൊരുതു. और 10वें आयत में मूसा की इस आज्ञा के अनुसार यहोशू ने अमालेकियों से लड़ने लगा। എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിന്റെ മുകളിൽ കയറി. और मूसा, अहरून और हूर पहाड़ी की चोटी पर चढ़ गए। എന്നിട്ട് കയ്യിൽ വടി ഉയർത്തി പിടിച്ചു നിൽക്കുകയാണ്, ദൈവത്തിന്റെ വടി. और परमेश्वर की लाठी को ऊंचा करते हुए वहां पर मूसा खड़ा है। എന്നുവെച്ചാൽ ആ മോശയുടെ പ്രാർത്ഥനയാണ് അവിടെ. का मतलब वो मूसा का प्रार्थना का प्रतीक है। മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. मूसा का हाथ जब ऊंचाई पर है तब इस्राएल जीतते, मूसा का हाथ जब नीचे गिर जाता तब इस्राएल हार जाते। എല്ലാ ആത്മീക യുദ്ധങ്ങളിലും പുറകിൽ നിന്ന് പർവ്വതത്തിൽ പ്രാർത്ഥനയിൽ പോരാടുന്ന മോശ ഒരു അനിവാര്യതയാണ്. हर आत्मिक लड़ाई में पर्वत में लड़ाई करने वाला एक मूसा अनिवार्य है, आवश्यक है। ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ അനിവാര്യത. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. ये प्रार्थना की आवश्यकता है। मूसा का हाथ जब ऊपर होता है तब इस्राएल जीतते हैं, मूसा का हाथ जब नीचे गिरता है अमालेक जीतते हैं। യോശുവ തീർച്ചയായും എന്ത് ചെയ്തു? താഴ്വരയിൽ പോയി യുദ്ധം ചെയ്തു. यहोशू ने क्या किया? यहोशू ने निश्चित तौर पर उस घाटी में जाकर लड़ाई किया। താഴ്വരയിൽ യുദ്ധം ചെയ്യുന്നവരും വേണം, और घाटी में लड़ाई करने वाले लोग भी चाहिए, പർവ്വതത്തിൽ പ്രാർത്ഥനയിൽ പോരാടുന്നവരും വേണം, और पहाड़ी पर प्रार्थना में यत्न करने वाले लोग भी चाहिए। ഇത് രണ്ടും ഒരുമിച്ച് പോകുമ്പോഴാണ് യുദ്ധം വിജയിക്കുന്നത്. ये दोनों जब एक साथ मिलकर चलता है तब युद्ध में जय हासिल होता है। വിശേഷ പ്രവർത്തനങ്ങളിലും ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. सुसमाचार की सेवकाइयों में भी यही होता है। ഫീൽഡിൽ അധ്വാനിക്കുന്നവരായ മിഷനറിമാര് അനിവാര്യമാണ്, അവർ അനിവാര്യമായ ഘടകമാണ്. बैरी में खेतों में काम करने वाले वो मिशनरी लोग, नुमाइंदे लोग अनिवार्य है, जरूरी है। പക്ഷേ അവരുടെ വിജയത്തിന്റെ പിന്നിൽ നിൽക്കുന്നത് പർവ്വതങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനമാണ്. लेकिन उनके जीत के पीछे जो रहस्य है वो ऐसे पहाड़ पर प्रार्थना करने वाले परमेश्वर के लोग हैं। അവന്റെ കൈക്ക് ഭാരം കൂടുമ്പോൾ അവനെ സഹായിക്കുവാൻ അഹരോനും ഹൂരും വന്നവന്റെ കൈകൾ താങ്ങി പിടിക്കുകയാണ്, മോശയുടെ കൈ. उसके हाथ जब थक जाते तो हारून और हूर आकर उसके हाथों को समर्थन देते। അപ്പോൾ യുദ്ധത്തിൽ യോശുവയ്ക്ക് കൂട്ടാളികളുണ്ട്, तो युद्ध में यहोशू को साथी है, പ്രാർത്ഥനയിൽ മോശയ്ക്കും കൂട്ടാളികൾ വേണം. इसी तरह से प्रार्थना में मूसा के लिए भी साथी चाहिए। അതുകൊണ്ട് പ്രാർത്ഥന പലപ്പോഴും ഒറ്റയ്ക്ക് മാത്രമല്ല, ചില സമയത്ത് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയൊക്കെ നമുക്ക് പലപ്പോഴും കൈകൾക്ക് ഭാരം തോന്നുന്ന സന്ദർഭത്തിൽ നമ്മളെ താങ്ങി പിടിക്കുവാൻ ഒരു കൂട്ടായ പരിശ്രമം, അഹരോനും ഹൂരും മോശയും ഒരുമിച്ച് അവിടെ പ്രാർത്ഥനയിൽ പോരാടുന്നതാണ് നമ്മൾ കാണുന്നത്.
इसलिए प्रार्थना में हर समय प्रार्थना तो अच्छा है, लेकिन एक बात में प्रार्थना करते समय जब हम थक जाते हैं तो कई बार हमारा समर्थन करने के लिए, हमें आगे चलाने के लिए हमें वो हाथ चाहिए। जैसे मूसा को हारून और हूर ने मदद किया, उस तरह साथी हमें भी चाहिए। അപ്പോൾ യുദ്ധത്തിൽ പോകുന്നവർ ആവശ്യമുണ്ട്, താഴ്വരയിൽ യുദ്ധമുണ്ട്, അതുപോലെ പർവ്വതത്തിലും യുദ്ധമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. तो युद्ध के लिए जाने के लिए भी साथी चाहिए, लोग चाहिए। तराई में युद्ध होता है, घाटी में युद्ध होता है, इसी तरह से पहाड़ में भी युद्ध होता है, यत्न होता है। इस सच्चाई को हमें समझना है। ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുവാൻ, അതിനെ മറികടക്കുവാൻ നമുക്ക് പ്രാർത്ഥന അനിവാര്യമാണ്. इसी तरह से हमारे जीवन में जब प्रलोभन आता है, उस प्रलोभन के ऊपर जय पाने के लिए, उसमें जीत हासिल करने के लिए हमें प्रार्थना जरूरी है। മത്തായിയുടെ പുസ്തകം അതിന്റെ 26-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കാം. मत्ती का सुसमाचार उसका 26 में एक जो पतरस को यीशु मसीह कहता है, उसको हम पढ़ेंगे. അവിടെ അതിന്റെ 41-ാമത്തെ വാക്യത്തിൽ പത്രോസും കൂട്ടുകാരും ശിഷ്യന്മാരും കൂടി ഇരിക്കുമ്പോൾ 40-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. मत्ती का सुसमाचार 26वां आयत उसका 40 और 41. फिर चेलों के पास आकर उन्हें सोते पाया और पतरस से कहा, क्या तुम मेरे साथ एक घड़ी भी जाग नहीं सकते? जागते रहो और प्रार्थना करते रहो कि तुम परीक्षा में ना पड़ो। आत्मा तो तैयार है परंतु शरीर दुर्बल है. ഗത്സമനയിൽ യേശു പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയാണ്. ഗെത്സമനെ में उस वाटिका में यीशु मसीह प्रार्थना में समय बिताता है. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. चेलों को कहा, तुम यहाँ बैठकर प्रार्थना करो. അവരൊത്തിരി ക്ഷീണിച്ചായിരുന്നു, അവർ ഉറങ്ങിപ്പോയി. वो थके हुए थे, वो सो गए. കർത്താവ് മടങ്ങി വന്നിട്ട് ഇവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ഒരു നാഴിക എന്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ലയോ? यीशु मसीह लौटकर उनसे सवाल करता है, क्या तुम मेरे साथ एक घड़ी भी ना जाग सके? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? क्यों प्रार्थना करना है? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. तुम परीक्षा में ना पड़ो, इसलिए जागकर प्रार्थना करो. യേശുവിന്റെ ശിഷ്യന്മാരാണ്, ശക്തിയുള്ളവരൊക്കെയാ. यीशु के चेले हैं, सामर्थी लोग हैं. പക്ഷെ കർത്താവ് പറയാണ്, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. यीशु मसीह उनसे कहता है, आत्मा तो तैयार है परंतु शरीर दुर्बल है. ശിഷ്യന്മാരെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നവരാ. चेले सब यीशु मसीह से प्रेम रखते हैं. അവരൊക്കെ ദൈവത്തിൽ നിന്ന് ഒത്തിരി പ്രാപിച്ചവരാ. वो सब परमेश्वर से बहुत कुछ पाए हुए लोग हैं. 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നവരാ. 3.5 साल यीशु के साथ चलने वाले लोग हैं. യേശുവിന് വേണ്ടി മരിക്കുമെന്ന് പറഞ്ഞ പാർട്ടിയാ പത്രോസ്. यीशु मसीह के लिए जान तक देगा ऐसा बोला हुआ, दावा किया हुआ व्यक्ति है पतरस. മരിച്ചാലും ഞാൻ നിന്നെ പറയുകയില്ല എന്ന് പറഞ്ഞയാളാണ് പത്രോസ്. मरना भी पड़े तो भी मैं तुझे नहीं त्यागूंगा, तिरस्कार नहीं करूंगा, ऐसा दावा करने वाला पतरस. കർത്താവ് പറയാണ്, ശരിയാണ്, നിനക്ക് ആത്മാവിൽ നല്ല ഒരുക്കമുണ്ട്. यीशु मसीह कहता है, सही है, आत्मा में तो तू तैयार है. ആത്മാവ് ഒരുക്കമുള്ളത്, അല്ലെങ്കിൽ അവിടെ പറയുന്നത് ആത്മാവ് ഒരുക്കമുള്ളത്, പക്ഷെ ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. आत्मा तो तैयार है परंतु शरीर दुर्बल है. നമുക്കെല്ലാം ദൈവത്തോട് സ്നേഹമുണ്ട്. हम सब लोग परमेश्वर से प्रेम करते हैं. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ദൈവികമായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. परमेश्वर से हम प्रेम रखते हैं और परमेश्वर के ईश्वरीय बातों में जीना भी चाहते हैं. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മളെ ജഡത്തെ മാറ്റിക്കളയുവാൻ കഴിയാതെ വണ്ണം ജഡം കൂടുതൽ ശക്തിയോടുകൂടെ ഇടപെടുന്ന, ജഡം ബലഹീനമായി ഇടപെടുന്ന, നമ്മളെ ജഡം ബലഹീനമാകുന്നതായ ചില സാഹചര്യങ്ങളുണ്ടാകും. लेकिन कई बार हमारा शरीर दुर्बल हो जाता है, कमजोर हो जाता है. शरीर से हम अपनी जो बातें सोचते हैं वो नहीं कर पाते. അതിനുള്ള റിമഡി എന്താ? उसके लिए उपाय क्या है? ആകെ ഒരു റിമഡിയേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, അത് പ്രാർത്ഥനയാണ്. एक ही उपाय है और वो उपाय प्रार्थना है. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്,
നമ്മളുടെ പ്രാർത്ഥനയുടെ അഭാവത്തിൽ, ഇപ്പോൾ പത്രോസിന്റെ തന്നെ കാര്യത്തിൽ പ്രാർത്ഥനയുടെ അഭാവത്തിൽ എന്താ സംഭവിക്കുന്നത്? അവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ യേശുവിനെ തള്ളിപ്പളയുണ്ടായി. आज हमें समझने का विषय प्रार्थना का आवश्यकता, अनिवार्यता कितना है। पत्रोस के जीवन में देख लो, प्रार्थना की कमी की वजह से क्या हुआ, वो खड़ा नहीं हो पाया, वो गिर गया। നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലാതെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും നമ്മൾ തന്നെയാ ചെയ്യുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ. बिना प्रार्थना किए जब हम करते हैं तो हम अपने आप सब करते हैं, लेकिन अब जब प्रार्थना करते हुए कार्यों को करते हैं तो परमेश्वर हमारा साथ होता है। എഡ്വേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട്, prayer is the first thing, the second thing, the third thing necessary to minister. एडवर्ड पर्सन ने एक बार ये बात बताया, प्रार्थना जो है पहला, दूसरा और तीसरा जरूरत है जो सुसमाचार के लिए जरूरी है। എന്നിട്ട് അദ്ദേഹം പറയുന്നത്, pray therefore my dear brothers, pray, pray, pray. इसलिए मेरे प्रिय भाइयों, प्रार्थना करो, प्रार्थना करो, प्रार्थना करो। And of course ഈ വേദഭാഗം തന്നെ പറയുന്നത് praying in the spirit എന്നുള്ളതാണ്. और ये वचन कहता है आत्मा में प्रार्थना करो। അതായത് അതിനെക്കുറിച്ച് നമ്മൾ നാളെ കുറച്ചുകൂടെ പഠിക്കാം, ദൈവം അനുവദിച്ചാൽ. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ ആത്മാവിൽ ജീവിച്ചാലേ പറ്റത്തുള്ളൂ. इस बारे में कल हम थोड़ा विस्तार से और पढ़ेंगे, प्रभु की दया हो तो। लेकिन अगर आत्मा में प्रार्थना करना है तो हमें वो आत्मिक जीवन को बिताना है। ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം അത് വളരെ ബേസിക് ആണ്. അതായത് ലിവിങ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, ലിവിങ് seeing that spiritual realities are reality to our present life. तो विश्वास के बारे में, आस्था के बारे में जो हमने कहा, उस विश्वास में हमको जीना है, उस सच्चाई को समझते हुए कि आत्मिक क्षेत्र जो है वो हमारी वर्तमान सच्चाई है, उस सच्चाई को समझते हुए उस विवेक के साथ हमको जीना है। ആത്മാവ് നമുക്കൊരു യാഥാർത്ഥ്യമാകുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. और इसी तरह से पवित्र आत्मा जब हमारे लिए वास्तविकता बन जाता है, तब हम पवित्र आत्मा में प्रार्थना कर सकते हैं। അതുകൊണ്ട് 24 മണിക്കൂറും ഓരോ നിമിഷങ്ങളിലും നമ്മൾ ആത്മാവിൽ ജീവിക്കണം. നമുക്ക് ആത്മീക യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പ്രസന്റ് റിയാലിറ്റി ആകണം. ഇറ്റേണിറ്റിയുടെ ആ നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കണം. इसलिए 24 घंटे हर पल हमें पवित्रताई में जीवन को बिताना है। ये पवित्रताई हमारा सच्चाई और वर्तमान समय होना चाहिए और उस अनंतता के दर्शन में हमको जीना है। അതിന് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. और उसके लिए परमेश्वर हमारी सहायता कर सकता है। ആമേൻ.